ഇല്ലാതാകുന്നതിനൊക്കെ ആയിട്ട് നമ്മളങ്ങനെ ഭക്തിയിൽ ചെയ്യാറ്. അപ്പം ഇവിടെ രക്ഷാബന്ധനം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലാണ് ഇത് വളരെ ആഘാടത്തോടുകൂടി ആഘോഷിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ അത്രയൊരു പ്രസക്തി വന്നിട്ടില്ല, എന്നാലും ഇപ്പോൾ കൂടുതൽ പേരൊക്കെ ആഘോഷിച്ചു വരുന്നു. ഇപ്പം നോർത്ത് ഇന്ത്യയിൽ ഇത് ആഘോഷിക്കുന്നത് സഹോദരി സഹോദരൻ്റെ കയ്യിൽ ഒരു പട്ടുനൂല് കെട്ടുകയാണ് പതിവ്. അതിന് പ്രായത്തിൽ വളരെ കൊച്ചുകുട്ടിയാണെങ്കിലും സഹോദരൻ പ്രായത്തിൽ വളരെ മൂത്തതാണെങ്കിലും ഈ രക്ഷാബന്ധന സമയത്ത് ഈ പട്ടുനൂല് കെട്ടുന്ന സമയത്ത് സഹോദരൻ തൻ്റെ സഹോദരിക്ക് വാക്ക് കൊടുക്കും, ഞാൻ നിന്നെ രക്ഷിക്കാം. ഇങ്ങനെ ഒരു ഉത്സവം നമ്മൾ വേറെയും കേട്ടിട്ടില്ലല്ലോ അല്ലേ? അപ്പം ഇത് വളരെ പവിത്രമായിട്ടുള്ള ഒരു ഉത്സവമാണ്. സഹോദരി സഹോദര സ്നേഹം എന്നെന്നും നിലനിൽക്കുന്ന പവിത്രമായ നിഷ്കളങ്കമായ സ്നേഹമാണ്. കാലത്തിനനുസരിച്ച് കുറച്ചൊക്കെ മാറ്റങ്ങൾ അതിൽ വന്നിട്ടുണ്ടെങ്കിലും എന്നാലും വളരെ സുന്ദരവും മനോഹരവുമായ സഹോദര സ്നേഹം അതെന്നെന്നും നിലനിൽക്കുന്നതാണ്. എത്ര നാൾ ആകാശവും ഭൂമിയിൽ നിലനിൽക്കുന്നു അത്രയും സമയം നിലനിൽക്കും എന്നാണ് അതിനെക്കുറിച്ച് മഹിമ പാടുന്നത്. അപ്പം ഈ സഹോദരിക്ക് അല്ലെങ്കിൽ സഹോദരന് തൻ്റെ സഹോദരിയെ രക്ഷിക്കാൻ പറ്റുമോ? സ്നേഹമുണ്ട് അവർക്ക്. സഹോദരന് തീർച്ചയായിട്ടും തൻ്റെ സഹോദരി സുരക്ഷിതമായിരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ഇന്നത്തെ കലിയുഗത്തിൽ അത് പ്രാവർത്തികമാകാറുണ്ടോ? പ്രത്യേകിച്ചും വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സഹോദരിയുടെ മേൽ കൂടുതൽ അധികാരവുമായിട്ട് സഹോദരന് പോകാൻ പറ്റില്ല. ഇക്കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഉത്സവം നിലനിൽക്കുന്നത്? ഇതിൻ്റെ പിന്നിലുള്ള തത്വം എന്താണ്? രഹസ്യം എന്താണ്? അതായത് എപ്പോഴൊക്കെയാണോ കലിയുഗം, അതായത് അധർമ്മം അതിൻ്റെ മൂർധന്യ അവസ്ഥയിലെത്തുന്നത്, ധർമ്മത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്തത്, അങ്ങനെയുള്ള സമയത്ത് നഷ്ടപ്പെട്ടുപോയ സാഹോദര്യത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി, നഷ്ടപ്പെട്ടുപോയ ധാർമ്മിക ബോധത്തെ വീണ്ടും കൊണ്ടുവരുന്നതിന് വേണ്ടി സർവശക്തന് സർവജ്ഞനുമായ ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിക്കും. അതുതന്നെയാണ് ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ വരികൾ. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത് അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമി. നമ്മൾ ചുറ്റും കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഏതാണ്? ധർമ്മത്തിന് യാതൊരു വിലയുമില്ലാതെ അധർമ്മം അങ്ങേയറ്റം നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമല്ലേ? അപ്പം ഈ സമയത്താണ് ധർമ്മ പുനഃസ്ഥാപനത്തിന് വേണ്ടി സർവേശ്വരൻ ഈ ഭൂമിയിൽ അവതരിച്ചിട്ട് നമുക്ക് ഈ തിരിച്ചറിവാണ് തരുന്നത്. സഹോദരി എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു? ഓരോരുത്തരും ധരിക്കുന്നത് ഞാൻ ഈ ശരീരമാണെന്നാണ്. ശരീരത്തിൻ്റെ ബോധത്തിലാണ് സ്ത്രീ പുരുഷ അല്ലെങ്കിൽ ജാതി മതവും ഭാഷയും എല്ലാ വ്യത്യാസവും. പണമുള്ളവനാണെന്നും ഇല്ലാത്തവനാണെന്നും വിദ്യാഭ്യാസം ഉള്ളവനാണെന്നും ഇല്ലാത്തവനാണെന്നും കേരളക്കാരനാണെന്നും തമിഴ്നാട്ടുകാരനാണെന്നും വിദേശികളാണെന്നും ഒക്കെ വ്യത്യാസം വരുന്നത് ദേഹത്തിൻ്റെ ബോധത്തിലാണ്. അപ്പോൾ ഈശ്വരൻ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്, നിങ്ങളാരും തന്നെ നശ്വരമായ ദേഹമല്ല, അനശ്വരമായ ജ്യോതിയാണ്, ചൈതന്യമാണ്, രഥിയാണ്. ഈ സത്യമായിട്ടുള്ള ബോധം നമ്മളിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ നമുക്ക് ഈ സത്യം മനസ്സിലാകുകയാണ്, നമ്മളെല്ലാവരും ഒരു ഊർജമാണ്, അല്ല എങ്കിൽ ആത്മാവാണ്. നമ്മൾ സാധാരണയായിട്ട് ആത്മാവെന്നുള്ള ശബ്ദം കേൾക്കുന്നത് പലപ്പോഴും ഒരാൾ ദേഹം ത്യാഗം ചെയ്തതിന് ശേഷം, അതിന് നമ്മുടെ അമ്മ ആയിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, നമ്മുടെ ബന്ധു ആയിക്കോട്ടെ, നമ്മുടെ ആരും തന്നെ ആയിരുന്നാലും ശരി, അവർ ദേഹം ത്യാഗം ചെയ്തതിന് ശേഷം നമ്മൾ പേപ്പറിൽ അവരൊരു ഫോട്ടോ കൊടുത്തതിന് ശേഷം നമ്മൾ താഴെ എഴുതും. എന്താ എഴുതുന്നത്? പരേതാത്മാവിന് നിത്യശാന്തി നേരുന്നു.
അപ്പോൾ നമ്മൾ ഓരോരുത്തരും ധരിച്ചു വെച്ചിരിക്കുന്നത് ശാന്തി കൊടുക്കേണ്ടത് ദേഹത്തിൽ നിന്ന് പോയതിനു ശേഷം. അതുവരെ നമുക്കറിയാം എത്രയോ പ്രായമായിട്ടുള്ളവർ, എത്രയോ ബുദ്ധിമുട്ടുന്നവരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വൃദ്ധസദനങ്ങൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അവർക്ക് ആവശ്യമുള്ള ഒരു തുള്ളി വെള്ളമോ ഒരു മരുന്നോ അല്ലെങ്കിൽ ഒരു പരിചരണമോ കൊടുക്കാത്ത എത്രയെത്രയോ മക്കൾ പോലും ഉണ്ട്. നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണാറുണ്ട്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശാന്തി അല്ലെങ്കിൽ സമാധാനം ഒരാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ആ സമാധാനം നമുക്ക് കൊടുക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ശരീരത്തിൻ്റെ ബോധത്തിൽ ഞാൻ എന്തോ ആണ്, ഞാൻ ആരോ ആണ്. അപ്പം എൻ്റെ അമ്മയ്ക്ക് അച്ഛനും പൈസ ഇല്ല, അപ്പോൾ അതുകൊണ്ട് അവരെ നോക്കണ്ട. ഇങ്ങനെയുള്ള പല പല കാരണങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ്റെ മനസ്സ് ഇങ്ങനെ ഒരു അസന്തുലനത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ധാർമ്മികമായ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു മനഃശക്തിയും അതിനുള്ളൊരു താല്പര്യവും ഇന്നത്തെ കലിയുഗത്തിൽ മനുഷ്യർക്കില്ല. അപ്പം ഈ സമയത്താണ് അറിവിൻ്റെ സാഗരനായ ഭഗവാൻ വന്ന് നമുക്ക് ഉപദേശിച്ചു തരുന്നത്, മക്കളെ നിങ്ങൾക്ക് തെറ്റുപറ്റി. നമുക്കറിയാമല്ലോ, മഹാഭാരത യുദ്ധത്തിന് വേണ്ടി തയ്യാറായി വന്ന് അർജുനൻ വിഷാദനാകുന്നുണ്ട്. എന്തുകൊണ്ടാണ്? മൈക്ക് വർക്കുന്നില്ലല്ലോ, സന്തോഷം. അപ്പോൾ അർജുനൻ വിഷാദനാകുന്ന എന്തുകൊണ്ടാണ് എന്നാലോചിച്ച് വയ്ക്കുക. മഹാഭാരത യുദ്ധഭൂമിയിൽ ആ ഭാഗവും ഈ ഭാഗവും സൈന്യം നിരന്നു നിൽക്കുകയാണ്. അപ്പോൾ അർജുനൻ്റെ രഥം തെളിച്ചുകൊണ്ട് വന്നത് സ്വയം ഭഗവാനാണെന്നാണല്ലോ. അവിടെ യുദ്ധത്തിന് വേണ്ടി വന്നിരിക്കുന്ന അർജുനൻ വിഷാദനായിട്ട് ഗാന്ധീവൻ താത്തു വയ്ക്കുന്നുണ്ട്. അപ്പോൾ അന്വേഷിക്കുന്നുണ്ട്, നിനക്ക് എന്ത് പറ്റിയതാണ് അർജുന എന്ന് ഭഗവാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ചപ്പോഴെന്താ പറഞ്ഞ് അറിയോ? എന്താ പറഞ്ഞു? മറുഭാഗത്ത് നിൽക്കുന്നവരെല്ലാം എൻ്റെ തന്നെ സഹോദരങ്ങളാണ്, എൻ്റെ തന്നെ ബന്ധുജനങ്ങളാണ്, എൻ്റെ തന്നെ ഗുരുക്കന്മാരാണ്. ഇവരെയൊന്നും കൊന്നതിന് ശേഷമുള്ള സ്വർഗരാജ്യമൊന്നും എനിക്ക് വേണ്ട ഭഗവാനെ എന്ന് വളരെ വേദനയോടെ അർജുനൻ പറയുന്നു. അപ്പം അത് കേട്ട ഭഗവാൻ എന്താണ് പറഞ്ഞതെന്നറിയാം? എന്താണ് പറഞ്ഞത്? അർജുന, നിനക്ക് തെറ്റുപറ്റിയെന്നാണ് പറയാം. നീ കാണുന്നത് ഈ നിൽക്കുന്ന ദേഹങ്ങളെയാണ്, അതുകൊണ്ടാണ് നീ അവരെ കൊല്ലുന്നു എന്ന് പറയും. ശരിക്കും ഇവരാരും തന്നെ ദേഹമല്ല, നിൽക്കുന്നവരെല്ലാം ദേഹിയാണ്, രഥിയാണ്, ആത്മാവാണ്. ആത്മാവിനെ ആർക്കും വെള്ളത്തിൽ നനയ്ക്കാനോ കാറ്റത്തുണക്കാനോ വാളാൽ വെട്ടാനോ അസാധ്യമാണ് അർജുന എന്ന് ഉപദേശിച്ചു. അവിടെ വെച്ചാണ് ഭഗവാൻ ആത്മജ്ഞാനം ഉപദേശിച്ചത്. ഈ ഒരവസ്ഥ നമുക്കെല്ലാവർക്കും ഉള്ളതാണ്, അർജുന് മാത്രമല്ല. ഗീത സിംബോളിക്കായിട്ട് അർജുനെ കാണിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ലോകത്തിന് വേണ്ടിയാണ് ഭഗവാൻ ഗീത ഉപദേശിച്ചത്. ലോകത്തെല്ലാവരും, പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ, എല്ലാവരും ഏതാണ്ട് മോഹവലയത്തിനുള്ളിൽ തന്നെയാണ്. എല്ലാവരും വളരെയധികം ദേഹത്തിൻ്റെ ബന്ധത്തിലും ബന്ധനത്തിലുമാണ്. ചെയ്യുന്നതൊന്നും പോരാ എന്നും അമ്മയച്ഛനും ചെയ്തിട്ടുള്ളത് മക്കൾക്ക് വേണ്ടി കുറവാണെന്ന് മക്കളും, മക്കളുടെ ഭാഗത്തു നിന്നുള്ള ശരിക്കുള്ള ഒരു പരിചരണം അമ്മയ്ക്കും അച്ഛനും കിട്ടുന്നില്ല എന്നുള്ള പരാതികളും പരിഭവങ്ങളും ഇഷ്ടംപോലെയുള്ള സമയമാണ്. ഇതിനെയാണ് മോഹത്തിൻ്റെ മൂർധന്യ അവസ്ഥ എന്ന് പറയുന്നത്. ഗീത 18 അധ്യായം ഉപദേശിച്ചത് വേറെ ഒന്നിനുമല്ല, മോഹത്തെ ജയിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ അങ്ങേറ്റ മോഹമാണ്. നമുക്കറിയാം, നമ്മൾ വയനാട് തൊട്ടടുത്തിപ്പോൾ നടന്ന സംഭവമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റി. നമുക്കെത്ര ബന്ധുക്കളുണ്ട്, അല്ലെങ്കിൽ നമുക്കെത്ര ബാങ്ക് ബാലൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കെത്ര കൊട്ടാരങ്ങളുണ്ട്, നമുക്ക് ആരെല്ലാം ഉണ്ട്, നമുക്ക് എന്തെല്ലാം ഉണ്ട്. ഒരു ദിവസം കിടന്ന് ഉറങ്ങിയ മനുഷ്യൻ അടുത്ത ദിവസം രാവിലെ ഒഴുകി പോവുകയാണ് ചെയ്യുക. ഇത്രയൊക്കെയുള്ള ജീവിതം. നമ്മളെത്ര അഹംഭാവമാണ്.
നമുക്കെത്ര അഹങ്കാരമാണ്. ഈശ്വരൻ നമ്മളെ പഠിപ്പിക്കുന്നത് വിനയമുള്ളവരാകാൻ വേണ്ടിയാണ്, നിരഹങ്കാരികളാകാൻ വേണ്ടിയാണ്. ഈ നിരഹങ്കാരിത്വം അല്ലെങ്കിൽ വിനയം വരുന്നത് ആത്മബോധത്തിൽ മാത്രമേ വരികയുള്ളൂ. ഞാൻ ആത്മാവാണെന്നുള്ള ബോധത്തിൽ വന്നാൽ മാത്രമേ നമ്മളിലെ ഗുണങ്ങൾ വരുള്ളൂ, വൈദ്യുതി വരൂ, എന്നാലേ സാഹോദര്യം വരികയുള്ളൂ. ആത്മബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശ്വസാഹോദര്യം വരുന്നത്. ലോകത്തുള്ളവരെല്ലാം ഒരച്ഛൻ്റെ മക്കളാണ്, പരമാത്മാവിൻ്റെ മക്കളാണ്. അതുകൊണ്ടാണ് നമ്മൾ ജഗത് പിതാവെന്ന് പറയും, ജഗദീശ്വരൻ എന്ന് പറയും. ആ ജഗത്തിൻ്റെ നാഥനായ പിതാവായ പരമാത്മാവിൻ്റെ മക്കളാണ് നമ്മളെല്ലാ ആത്മാക്കളും. അതുകൊണ്ട് തന്നെ നമ്മൾ പരസ്പര സഹോദരങ്ങളാണ്. ഈ ആത്മബോധം മറന്നത് വീണ്ടും കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് പരമാത്മാവ് രക്ഷാബന്ധന മഹോത്സവം. മറന്നുപോയ ആത്മബോധം നമ്മളിലേക്ക് വീണ്ടും വീണ്ടും കൊണ്ടുവരികയാണ്. അപ്പം ആത്മാവിൻ്റെ രക്ഷ വരുന്നത് നമ്മൾ എത്രമാത്രം നല്ല നല്ല ചിന്തകളെ രചിക്കുന്നു, എത്ര നല്ല ശബ്ദങ്ങൾ നമ്മൾ ഉച്ചരിക്കുന്നു, എത്ര നല്ല പെരുമാറ്റമാണ്, പ്രവൃത്തിയാണ് നമ്മളുടെ ഭാഗത്തുനിന്ന് വരുന്നത്. അതിനനുസരിച്ച് നമ്മുടെ എല്ലാവരുടെയും രക്ഷയുണ്ടാകുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ കർക്കിടക മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ദേഹരക്ഷ ചെയ്യാറുണ്ട് അല്ലേ? ദേഹരക്ഷയ്ക്ക് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് നമ്മൾ പിഴിച്ചിൽ അല്ലേ, പിന്നെ കഷായങ്ങളൊക്കെ വെച്ച് കഴിക്കുക, പിന്നെ ആയുർവേദ കഞ്ഞിയൊക്കെ, ഇപ്പോൾ മരുന്ന് കഞ്ഞി എന്ന് പറഞ്ഞാൽ കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കുക. ഇതെല്ലാം നമ്മൾ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന അഴുക്കുകളെല്ലാം പുറത്തു പോയിട്ട് ശരീരം ഒന്ന് ശുദ്ധമാകുമ്പോഴേ ശരിക്കും രക്തോട്ടം നടക്കും. അങ്ങനെ നമ്മുടെ ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കാൻ കഴിയുന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയൊക്കെ ആയുർവേദ വിധി പ്രകാരമൊക്കെ മരുന്നുകളൊക്കെ കഴിക്കും. ഓക്കെ, വളരെ നല്ല കാര്യം തന്നെ അല്ലേ, നല്ല കാര്യം. പക്ഷെ നമുക്ക് ഇവിടെ ഇരിക്കുന്ന ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഏത് കഞ്ഞിയാണ് കുടിക്കുന്നത്? ഇവിടെ ഒരാൾ ഇരിപ്പുണ്ടല്ലോ അല്ലേ, ആളങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേഹം കൊണ്ട് ഒരു പ്രയോജനമില്ല, ദേഹം എടുത്ത് കത്തിക്കുകയുള്ളൂ. അങ്ങനെയല്ലേ നമ്മൾ മരിച്ചു പോയി എന്ന് പറയുന്നത്? മരിച്ചതാരാണ്? പോയതാരാണ്? മരിച്ചത് 5 തത്വങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള ഈ ശരീരമാണ് പോയതല്ല മരിച്ചത്. അതാണ് നമ്മൾ പറയില്ലേ, മക്കൾ ഈ സ്വത്തിനൊക്കെ തർക്കിക്കുമ്പോഴേ അമ്മയും അച്ഛനും വയസ്സായവർ പറയും, മോനെ 6 അടി മണ്ണെണ്ണട എനിക്ക് അവസാനം വേണ്ടതെന്ന് പറയും. നിങ്ങളിങ്ങനെ തല്ലുകൂടല്ലേ, അവർക്ക് സഹിക്കാൻ പറ്റാതെന്ന് പറയുന്നതാണ്. കാരണം മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ദേഹം മണ്ണിനോട് തന്നെ ചേരേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കണ്ടത് വയനാട് എല്ലാം മണ്ണിനോട് ചേരുകയാണ് ചെയ്തത്. അപ്പം ഈ മണ്ണിനോട് ചേരേണ്ട ഒന്നിനോടാണ് നമ്മുടെ മുഴുവൻ അറ്റാച്ച്മെന്റ് വെച്ചേക്കുന്നത്. നമ്മൾ ആ ശരീരത്തെ സുഖിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ എത്രയോ കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്തുകൊണ്ടേയിരിക്കുക. എത്രയെല്ലാം പൈസ സമ്പാദിച്ചിരുന്നാലും ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടി നമുക്ക് മതിയാവാറേ ഇല്ല. പക്ഷേ സ്വഭാവം എന്ന് പറയുന്ന വലിയൊരു സമ്പത്ത് നമ്മുടെ, അത് ദേവയുടെ കഴിഞ്ഞുകൊണ്ടിരിക്കും. സ്വഭാവ രൂപവൽക്കരണമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പൊതുവെ അവർക്ക് താല്പര്യമല്ലേ അടുത്തവരോടൊരു ഗുരുത്വം കാണിക്കുന്നു. നിന്നെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോട് നീ ഒരു ബഹുമാനം കാണിക്കും, ഒരാദരവ് കാണിക്കും. ഇതൊക്കെ പറയുമ്പോഴേ ആർക്കെങ്കിലും ഇഷ്ടപ്പെടാറല്ല. അപ്പൊ ഇങ്ങനെയുള്ള നമ്മളിൽ നിന്ന് മൂല്യങ്ങൾ മുഴുവനും നഷ്ടപ്പെടാൻ കാരണം ആത്മബോധത്തിന്റെ അഭാവമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളെ ആത്മാവാണെന്നുള്ള ബോധത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ രക്ഷ ചെയ്യുന്നതിന് വേണ്ടിയാണ് പരമാത്മാവ് ഈ രക്ഷാബന്ധനം എന്നുള്ളൊരു മഹോത്സവം. നമ്മുടെ രക്ഷാബന്ധന സമയത്ത് അതായത് നമ്മൾ ആദ്യമേ ചെയ്യുന്നത് ഈ സ്മൃതിയുടെ തിലകം തൊട്ടുകൊടുക്കും. കാരണം നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ശക്തി ഭൂമധ്യത്തിലാണ് ഇരിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ പവിത്രമായ സ്ഥാനമാണ് ഈ തിരുനെറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് തിരുനെറ്റി എന്ന് പറയുന്നത്. തിരു എന്ന് പറയുന്നത് ബഹുമാനത്തോട്, തിരുമനസ്, തിരുമേനി എന്ന് പറയുന്നത് ബഹുമാന സൂചകമായിട്ടാണ് നമ്മൾ പറയുന്നത്. തിരുനെറ്റി എന്നതുകൊണ്ടാണ്. അപ്പൊ ഈ തിരുനെറ്റിയിൽ അടുത്തായിട്ടാണ് ആത്മാവ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് പവിത്രമായിട്ടുള്ള സ്ഥാനം.
ഇവിടെ ഇരുന്നു കൊണ്ടാണ് ആത്മാവ് കണ്ണിലൂടെ കാണുകയും ചെവിയിലൂടെ കേൾക്കുകയും വായിലൂടെ സംസാരിക്കുകയും ശരീരത്തിന് വരുന്ന ദുഃഖസുഖങ്ങളെല്ലാം അനുഭവിക്കുന്നത് ആത്മാവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് പറയുന്നത്, എൻ്റെ തല വേദനിക്കുന്നു ഡോക്ടറെ, എൻ്റെ വലതുകാലിൻ്റെ മുട്ടിന് നല്ല വേദനയുണ്ട്, ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഞാൻ തലവേദന എടുക്കുമെന്ന് പറയാറുണ്ട്. ഞാൻ വേറൊരാളും തലവേദനയാവുന്നത് പറയുന്നത് അല്ലേ? എൻ്റെ പെരുമാറ്റം, എൻ്റെ സ്വഭാവം, എൻ്റെ വർത്തമാനമൊക്കെ എത്രയോ പേർക്ക് ദുഃഖം കൊടുക്കുന്നുണ്ടെന്ന് കാര്യമുണ്ട്. പക്ഷെ അവരവരുടെ കാര്യം വരുന്ന സമയത്ത് പോയിട്ട് പറയുന്നത് എന്താണ്? എൻ്റെ തല വേദനിക്കുന്നു, ഇതെൻ്റെ സ്വഭാവമായി പോയി, ഒച്ച വെച്ചേ എനിക്ക് സംസാരിക്കാൻ അറിയുള്ളൂ, വേണ്ടടുത്തും വേണ്ടാത്തടത്തും സംസാരിച്ചാണ് എനിക്ക് ശീലം. അറിയാമല്ലോ, നമ്മുടെ ദ്രൗപദി ഒരൊറ്റ വാക്ക് പറഞ്ഞാണ് മഹാഭാരതത്തിന് കാരണം. അല്ലെ അറിഞ്ഞൂടെ അമ്മച്ചിമാരെ? അവിടെ ടെറസിന്റെ മേളിൽ നിന്നുകൊണ്ട് പറഞ്ഞു നമ്മൾ ദുര്യോധന ഈ സ്ഥലത്തിലൊക്കെ വെള്ളമില്ലാത്ത ഭാഗത്ത് ചെയ്തോ, വെള്ളമുള്ള ഭാഗത്ത് വന്നിട്ട് ഇത് മതിയായിരിക്കും. നമ്മൾ ദ്രൗപദി അവിടെ നിന്ന് കാണുകയും എന്താ പറഞ്ഞു കൊല്ലുന്നു, അന്ധന്മാരുടെ മക്കളെല്ലാം അന്ധന്മാരാണ്. രചനയാണ് പറഞ്ഞത്. രചന പറഞ്ഞ മക്കൾ കാണുന്നു. കഥയാണിത്. എൻ്റെ പിന്നെ ദേഹബോധം തന്നെയാണ് ഒഴുകുന്നത്. ദേഹം ഈ ദേഹത്തിൻ്റെ ബോധത്തെ ഇല്ലാതാക്കി ദേഹി ബോധത്തിലേക്ക് വന്നു. നമ്മളെല്ലാവരും ഒരച്ഛൻ്റെ മക്കളാണ്. ആ അച്ഛൻ സ്നേഹസാഗരനാണ്, ശാന്തിയുടെ സാഗരനാണ്, സർവശക്തനാണ്, സർവജ്ഞനാണ്. ഈ ബോധത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നതിനുള്ള ശക്തി നമുക്ക് വരും. അതാണ് രക്ഷാബന്ധനത്തിന് ആദ്യം തിലകം തിരുനെറ്റിയിൽ തൊട്ടിട്ട് ഈ രക്ഷ കെട്ടിയതിന് ശേഷം മധുരം കൊടുക്കുന്നുണ്ട്. മധുരം എപ്പോഴും വിജയത്തിൻ്റെ ലക്ഷണമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സുഖത്തിൻ്റെ ശാന്തിയുടെയും ഒരു അടയാളമായിട്ടാണ് മധുരം പങ്കുവയ്ക്കുന്നത്. അപ്പം മധുരത നിറഞ്ഞ നല്ല സ്വർണിമ സുപ്രഭാതം ഈ ഭൂമിയിൽ തന്നെ വീണ്ടും വരും. നമ്മൾ മൂല്യമുള്ളവരായി തീരുമ്പോൾ അതാണ് ശരിക്കും രക്ഷാബന്ധന മഹോത്സവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പിന്നെ എനിക്ക് 2-3 മിനിറ്റ് സംസാരിക്കാനുണ്ട്. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോഴുടെ ശബ്ദങ്ങളെ ഒരു വിരാമം വരികയാണ്. ബാക്കി കൂടി സംസാരിച്ചതിന് ശേഷം നമുക്ക് രക്ഷാബന്ധനത്തിൻ്റെ ചടങ്ങ് ആരംഭിക്കാം. ഒരുവിധം കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ബാക്കി ഇവിടെ വന്നിട്ടില്ലാത്തവർ വീണ്ടും വന്ന് കാര്യങ്ങളുടെ ഗൗരവത്തെക്കുറിച്ച് മനസ്സിലാക്കുക, സമയത്തിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മളിൽ തന്നെ ഒരു ശാന്തത കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓം ശാന്തി. സയൻസിനെ വിശ്വസിക്കാൻ പറ്റാത്ത കാലാണ്. സയൻസിനെ വിശ്വസിക്കാൻ പറ്റില്ല. കേൾക്കുന്നില്ല എല്ലാവർക്കും? നാച്ചുറൽ വോയിസ് ആണ്, ഡ്യൂപ്ലിക്കേറ്റ് അല്ല. അപ്പോൾ നമുക്ക് സിസ്റ്റർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു അല്ലേ? സെൽഫ് റിയലൈസേഷൻ അതല്ലേ ഇപ്പൊ നമുക്ക് കിട്ടിയത്. ഇതുവരെ നമ്മളെ ശരീരത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചു. പക്ഷെ ഇന്ന് നമുക്ക് നമ്മുടെ റിയൽ ആയിട്ടുള്ള പരിചയം സിസ്റ്റർ നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്തത് അല്ലേ? അപ്പൊ എന്തായാലും സിസ്റ്റർക്ക് ഒരുപാട് താങ്ക് യു. ഇനി നമ്മുടെ വാർഡ് മെമ്പർ വന്നിട്ടുണ്ട്. നമ്മുടെ വാർഡല്ല കേട്ടോ, പക്ഷെ നമുക്ക് അങ്ങനെ വാർഡൊന്നുമില്ല അല്ലേ? നമ്മളെല്ലാവരും അച്ഛൻ്റെ മക്കള് വസുദൈവ കുടുംബം ഗൗതമി തറവാട്, അതല്ലേ നമ്മുടെയൊക്കെ ഒരു ഭാഷ എന്ന് പറയുന്നത്. അപ്പൊ പിന്നെന്താ വെച്ചാൽ ഭരണത്തിന് കുറച്ച് എളുപ്പമാകാൻ വേണ്ടിയിട്ട് വാർഡ് തിരിച്ചിരിക്കുകയാണ്. എല്ലാം കൂടെ ഒരാൾക്ക് ചേർന്ന് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓരോ കുറച്ച് അപ്പോൾ നമ്മളിപ്പോൾ ഇനോഗ്രേഷന് മാഡത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. തിരുപ്പതിയിൽ എവിടെ പോയിരിക്കുകയായിരുന്നു. അപ്പം അതുകൊണ്ട് അന്ന് മാഡത്തിന് വരാൻ പറ്റിയില്ല. അപ്പം നെക്സ്റ്റ്
കൂടെ വരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സിസ്റ്റർ മാഡം എന്നൊക്കെ വിളിച്ചാലും ഞങ്ങളുടെ കുടുംബത്തിലെ രംഗമാണ് കേട്ടോ അല്ലേ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിഥി വന്നു പോകുന്ന ആളാണ്. പക്ഷെ കുടുംബാംഗം എന്ന് പറയുമ്പോൾ എന്നും നമ്മുടെ കൂടെ ഒരു ആവശ്യത്തിന് നമ്മുടെ കൂടെ നിൽക്കുന്നവരാണല്ലോ നമ്മുടെ കുടുംബാംഗം എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും കുറച്ച് വൈകിയാണെങ്കിലും മാഡത്തിന് വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ എന്തായാലും മാഡത്തിനെ ഞാൻ വളരെ സ്നേഹപൂർവ്വം നമ്മുടെ വിദ്യാലയത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യാം. അപ്പോ സിസ്റ്റർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു. ഇനി നമ്മുടെ ബ്രഹ്മകുമാരി ശിശുരി വിശ്വവിദ്യാലയം നമ്മൾ പറഞ്ഞല്ലോ രക്ഷാബന്ധൻ ഈ ഒരു എന്താ പറയാ ഈ മാസം ഓഗസ്റ്റിലാണ് രക്ഷാബന്ധൻ. ഈ മാസം മുഴുവൻ നമ്മൾ രക്ഷാബന്ധനം ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ നമ്മൾ നാളെ മുതൽ ആർക്കൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ സ്ഥാപനങ്ങളിൽ പോയിട്ട് നമുക്ക് രക്ഷ കെട്ടാൻ പറ്റുമോ, ആർക്കൊക്കെ ആവശ്യമുണ്ടോ അവർക്കൊക്കെ രക്ഷ കെട്ടിക്കൊടുക്കുന്ന ഒരു സമയവും കൂടെയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ രക്ഷാബന്ധന മഹോത്സവം അരനാട്ടുകര ബ്രഹ്മകുമാരി സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കൂടെയാണ് ശരിക്കും ഇന്നത്തെ ദിനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഡോക്ടർ തന്നെ അതങ്ങ് ഉദ്ഘാടനം ചെയ്യട്ടെ. ഇതുവരെ നമ്മൾ ആർക്കും രക്ഷ കെട്ടി കൊടുത്തിട്ടില്ല. ഈശ്വരീയ രക്ഷയെ കുറിച്ചൊക്കെ നമുക്ക് സിസ്റ്റർ പറഞ്ഞു തന്നു. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു രക്ഷാബന്ധന മഹോത്സവം അല്ലെ, സർവ സാഹോദര്യത്തിന്റെ ഓർമ്മ തരുന്ന ആ ഒരു രക്ഷാബന്ധന മഹോത്സവം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ വളരെ സ്നേഹനിധിയായ നമ്മുടെ ഡോക്ടറിനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കാം. അത് ഫാൻ നിർത്തിയാൽ മതി. ഫാൻ ഓഫാക്കിയിട്ടോ അവളിക്ക് ഫാൻ ഓഫ് ചെയ്യും. ഇടയ്ക്കാണ് ശബ്ദം ഇങ്ങനെ വരാറില്ലേ സാറേ? ആ കണ്ടോ, ഞാൻ ഓർമ്മ വെരി ഗുഡ്. എനിക്കത് ആരുടെ ശബ്ദം തന്നെയാണ്. ഓക്കെ സാറി കേൾക്കാൻ സഹോദരിമാരെ സ്വാഗതം. ബഹുമാനപ്പെട്ട അധ്യക്ഷ വിദ്യാലയ പരിചയങ്ങൾക്ക് ആശംസകൾ എത്തിയെത്തി സജിത ചൊല്ലി തൃശ്ശൂർ കോർപ്പറേഷൻ എൻ്റെ സുഹൃത്ത് ശ്രീ കരി കവിത എല്ലാവർക്കും ഇന്ന് നമ്മളെല്ലാവരും ഒരു പ്രത്യേക പുണ്യദിനം ആചരിക്കുന്ന ഒരു കാരണം സംരക്ഷണത്തിന്റെയും സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ഒരു ചരട് നമ്മുടെ കയ്യിൽ കെട്ടുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ സംരക്ഷണ ബോധം കൊടുക്കേണ്ട നമ്മുടെ ചുമതല വർദ്ധിപ്പിക്കാനായിട്ട് പറഞ്ഞതുമാതിരി ജീവിതത്തിൽ ഉത്സവങ്ങൾ പല രീതിയിലുണ്ട്. ഇത്തരം ഉത്സവങ്ങളിൽ നിങ്ങൾ എവിടെ പോയാലും കാണാൻ പറ്റുക അദ്വിതീയം മാത്രം കാണുന്ന, അത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. സ്നേഹം എങ്ങനെ നമ്മൾ പങ്കുവയ്ക്കണം എന്ന്, എങ്ങനെ സംരക്ഷണത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ഒരുപക്ഷെ അത്ര പരിചിതമല്ലാത്ത ഒരു മേഖലയിലാണ് ഞാൻ വന്ന് കയറുന്നത് എനിക്കറിയാം. കാരണം ഞാൻ അതിനെ എനിക്കൊരു ഇൻഡ്യൂഷൻ ആയിരിക്കാം എനിക്കൊരു സാധ്യത വന്നുവിടുന്നു. അത് എത്രയും എൻ്റെ സുഹൃത്ത് വിളിച്ചു പറഞ്ഞിങ്ങനെ. അപ്പൊ എനിക്ക് അറിയാത്ത മേഖലകളിലേക്ക് കയറി ചെല്ലാനുള്ള ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും ഇവിടെ വന്നപ്പോഴാണ് അത് സ്പിരിച്വൽ യൂണിവേഴ്സിറ്റി ആണ് എന്ന് മനസ്സിലാവാൻ സാധിച്ചത്. ഞാൻ ഒരുപാട് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി പഠിച്ച് എടുത്തിട്ടുള്ള ആളാണ്. പക്ഷെ ഒരു സ്പിരിച്വൽ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ആദ്യമായാണ് അംഗമാകുന്നത്.
ബേസിക് ഡിഗ്രികൾ കാലിക്കറ്റ് വെറ്ററിനറി, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, ലോ യൂണിവേഴ്സിറ്റി, അങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റി ഞാൻ പഠിച്ചു. പക്ഷെ ഇത് ഞാൻ പഠിച്ചില്ല. പക്ഷെ അപ്പോഴാണ് ഞാൻ എൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന, വളരെ തൊട്ടടുത്ത് കിടക്കുന്ന, ഞാൻ ജനിച്ചു വളർന്ന നാടാണ്. ഇതിന്റെ ഓരോ പ്രാന്തപ്രദേശങ്ങളിലും ഞാൻ കളിച്ചു വന്ന സ്ഥലമാണ്. കാരണം എൻ്റെ ബന്ധു വീടുകളാണ് ഇവിടെ ഒരുപാട് പേര്. ചെറുപ്പത്തില് എൻ്റെ അമ്മയുടെ കൈ പിടിച്ച് കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഇവിടെ ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. മാത്രമല്ല അതില് നമ്മൾ എത്തിച്ചേരാത്ത ഒരു മേഖലയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു അവസരം അടുത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഞാനെപ്പോഴും പറയാറുണ്ട്, ഞാനെപ്പോഴും എൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ ആനകളെ ചികിത്സിക്കുന്നതാണ്. എങ്കിൽ പോലും മൃഗങ്ങളുടെ സ്നേഹം കൊണ്ടാണ് ആന ചികിത്സ മേഖലയിലേക്ക് കടന്നു വന്നത്. പക്ഷെ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എന്നെ പേരിട്ട് എടുത്തത് കാര്യാട്ടുകര സ്വാമിയാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് എന്നും ആവർത്തിക്കുന്ന ഒരു കാര്യം എന്നോട് നിർദ്ദേശിക്കാറ്. ഞാൻ അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു ഒരു കാലം. അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കും. ഞാനൊരു 6 വയസ്സ് പ്രായം മുതൽ ഒരു പക്ഷേ 12-13 വയസ്സ് വരെയൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ എന്നും ഒരു 2 മണിക്കൂർ ഞാൻ ചെലവഴിക്കുമായിരുന്നു. കാരണം അദ്ദേഹം പല ആളുകൾക്കും പലതും പറഞ്ഞു തരുമ്പോൾ അതൊക്കെ ഞാൻ ഒരു എന്താ പറയാ കൂടെ തൊട്ടടുത്തിരുന്നത് ഒരു ശിഷ്യനെ പോലെ അത് ആവഹിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അതിന്റെ ഉദ്ദേശശുദ്ധി ഒരുപക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്ന കർമ്മത്തിലേക്ക് അത് വഴിതെളിക്കും എന്നുള്ളത് എനിക്ക് അദ്ദേഹം പറഞ്ഞൊരു വലിയ ശക്തിയുണ്ട്, തീരുമാനമെടുക്കാനുള്ള കഴിവ്. അതൊരു വലിയ കാര്യമാണ്. കാരണം ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന രാജ്യത്ത് നടക്കാത്ത കാര്യമാണ്. ഞാനൊരു ബ്യൂറോക്രാറ്റാണ്, ഗവൺമെന്റിലെ ഒരു ബ്യൂറോക്രാറ്റാണ്. കഴിഞ്ഞ 28 വർഷമായിട്ട് ഗവൺമെന്റിൽ ഒരു ബ്യൂറോക്രാറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ തീരുമാനം അന്ന് കാലത്ത് എടുത്തിരുന്ന തീരുമാനം ഇന്ന് കാലത്ത് ആരും എടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ നഷ്ടം. അപ്പൊ തീരുമാനമെടുക്കാനുള്ള കഴിവ് എവിടെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് ചെറിയ ആളുകളുടെ കയ്യിലല്ല, കേരളം അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന IAS-കാരുടെ കയ്യിൽ പോലും ഇല്ല ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവ്. ഞാനത് കണ്ടിട്ടുണ്ട്. കേരളം ഭരിച്ച K. കരുണാകരനിലെ ഞാൻ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ യാത്ര ചെയ്തപ്പോൾ ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവ്, ആ കഴിവിനൊരു പ്രത്യേകതയുണ്ട്. അതൊരു ദിവ്യശക്തിയാണ്. പക്ഷെ ആ തീരുമാനമെടുക്കാനുള്ള കഴിവാണ് അദ്ദേഹത്തിന്റെ വിജയം. അത് തന്നെയാണ് ഞാനും ഈ മേഖലയിൽ നിൽക്കുമ്പോൾ എന്റെ വിജയം എന്റെ തീരുമാനമെടുക്കാനുള്ള കഴിവാണ്. എന്ത് തീരുമാനം എടുത്തിരിക്കും ഞാൻ, അതെന്റെ തീരുമാനമാണ്. ഒരാനയെ എങ്ങനെ പ്രശ്നമുണ്ടാക്കി വരുന്നത് ഞാൻ മയക്കോട് വെച്ചിരിക്കും എന്ന തീരുമാനമെടുത്തിട്ടാണ് ഞാൻ അതിന്റെ മുന്നിലേക്ക് പോകുന്നത്. അപകടകരമായ ജോലിയായിരിക്കാം, പക്ഷെ എന്റെ തീരുമാനത്തിന് ഞാൻ പുറകോട്ട് പോകില്ല. ആ തീരുമാനമെടുക്കാനുള്ള ദിവ്യശക്തി പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇത് എന്നറിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. ഞാൻ കൂടുതലായിട്ട് നീട്ടുന്നില്ല, കാരണം എന്നേക്കാൾ അറിവുള്ളവരോട് ഇരിക്കുന്നുണ്ട്. ഞാനൊരു ചെറിയൊരു മണത്തരി മാത്രമാണ് ഇതിൽ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിനും എന്നെ ഇതിലേക്ക് ക്ഷണിച്ച കാര്യം പന്തിത്തരം സാറിനോടും അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും എന്നെ കേട്ടിരിക്കുകയാണല്ലോ, നിങ്ങളോടും അതോടൊപ്പം തന്നെ ഈ രക്ഷാബന്ധ പ്രവർത്തനം, ഒരു രക്ഷാബന്ധൻ എന്നൊരു വാക്കിൽ ഒരു ചരടിൽ അവസാനിക്കാത്തതാണ്. അത് നിങ്ങളുടെയൊക്കെ സംരക്ഷണത്തിന്, നമ്മുടെ ആത്മാവിന്റെ പരമാത്മാവ് നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ സംരക്ഷണത്തിന് ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ഉദ്ഘാടനം ചെയ്യുകയാണ്. നന്ദി. സാറ് നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ പറഞ്ഞു തന്നു. പിന്നെ സാറിൻ്റെ ഇന്നത്തെ വരവിൻ്റെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിലും ഞാൻ ആ സ്പിരിച്വൽ യൂണിവേഴ്സിറ്റിയിൽ പോയിരുന്നു, ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു, ഞാൻ ഉദ്ഘാടകനായിരുന്നു, അങ്ങനെയെങ്കിലും പറയാലോ അല്ലേ? അപ്പം നമുക്കിനി ഭാവിയിൽ സാർക്ക് ആ ഡിഗ്രി കരസ്ഥമാക്കി കൊടുക്കാം. വേണം, തീർച്ചയായിട്ടും വേണം. നമ്മൾ പണ്ട് പറയാറുണ്ടല്ലോ സാർ, ദൃഷ്ടി സെ സൃഷ്ടി എന്നാ പറയാ. നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്, ഒരു ആന, മതം പൊട്ടിയ ആന നമ്മുടെ നേർക്ക് വരുമ്പോൾ നമ്മൾ അതിനെ തന്നെ ഫോക്കസ് ചെയ്ത് ആ ദൃഷ്ടിയിൽ നിർത്താൻ പറ്റും അത്രയും നമുക്ക് ആനയെ. അങ്ങനെയൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്. വലുതാകുമ്പോഴാണ് അതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലായത്. അപ്പം ഒരു ആനേനെയൊക്കെ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റാന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ. അങ്ങനെ നിർത്തിയവരുടെ ലിസ്റ്റ് ഓരോരുത്തരുടെ പേര് പറയണ കേട്ടിട്ടുണ്ട്. അത് ചെറുതിൽ കേട്ടതാണ്. ഇന്ന് സത്യമായിട്ടത് സത്യമാണ്. കാരണം നമ്മുടെ മനസ്സിന്റെ ശക്തി
നമ്മുടെ മനസ്സിന്റെ ശക്തിയാണ് മുന്നിൽ വരുന്ന ശക്തിയെ നിയന്ത്രിക്കുന്നത്. അങ്ങനെയാണ് ശരിക്കും സാർ പറഞ്ഞതുപോലെ തന്നെ തീരുമാനമെടുക്കാനുള്ള ശക്തി. ഇവിടെ നമ്മുടെ വിദ്യാലയത്തില് 8 ശക്തികളുണ്ട്. 8 ശക്തികൾക്ക് പിന്നെ കുറെ സബ് ഉണ്ട്, സബ് അവിടെ ഇരുന്നോട്ടെ. പക്ഷെ ഈ 8 ശക്തികളും കരസ്ഥമാക്കിയാൽ തന്നെ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്മളെ കയ്യിലെത്തുകയാണ്. ഇത് വലിയൊരു ഡിഗ്രി തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ പഠിക്കുകയാണെങ്കിൽ ഈ സബ്ജക്റ്റുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ സാർ എന്തായാലും ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പരിപാടി. അതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനി നമ്മുടെ കൗൺസിലർ അല്ലേ സജിത മാഡം. അപ്പൊ സജിത മാഡം എനിക്ക് കൂടുതലൊന്നും ഞങ്ങളൊന്നും പരിചയമില്ലെങ്കിൽ പോലും എന്തായാലും നമ്മുടെ പ്രോഗ്രാമിന് വന്നു. അപ്പൊ സജിത മാഡം 2 ആശംസാ വാക്കുകൾ നമുക്ക് എടുപ്പിച്ചു തരും. അതൊന്നും നമുക്ക് കേൾക്കാം. എല്ലാവർക്കും ആദ്യം സോറി പറയാണ്. നമ്മുടെ സയൻസ് നമ്മളെ ഇടയ്ക്കൊക്കെ ചതിക്കാറുണ്ടല്ലോ. പൊതുവെ അതൊരു സൈഡ് എഫക്റ്റ് ഉള്ള സാധനമാണ് അല്ലേ. ഈവൺ ഒരു എയറോപ്ലെയിനിൽ നമ്മൾ പോയാലും അത് സംഭവം നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ അതിന്റെ ഒരു സൈഡ് എഫക്റ്റ് എന്താ, ആ ഒരു ചെറിയൊരു പക്ഷിയുടെ തൂവലിൽ പോയി മുട്ടിയാൽ ആ 250 350 പേര് താഴെ വീണു മരിച്ചു പോകും അല്ലേ. അത് ചെറിയൊരു സൈഡ് എഫക്റ്റ് ആണ്. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒന്നിനെ ആഹാരമാക്കി എടുക്കരുത് എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ എന്തായാലും സോറി, അങ്ങനെ ഒരു മൈക്കില്ലാത്തത് കൊണ്ട്. അപ്പൊ എല്ലാവരും അതിൽ വളരെ സന്തോഷമുള്ളവരെ തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പൊ എന്തായാലും മാമിന്റെ നമുക്ക് കേൾക്കാം. അപ്പൊ നമ്മുടെ മൈക്ക് ശരിയായിട്ടുണ്ട്. സയൻസിന് കുറച്ച് വിഷമം തോന്നിക്കാണ് നമ്മുടെ ഒരു പരിഭവമൊക്കെ പറഞ്ഞപ്പോഴേ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഇന്നത്തെ രക്ഷാബന്ധൻ ദിനത്തിന്റെ അധ്യക്ഷയായിട്ട് രാജീവ് മാതാജി സിസ്റ്റർ, അതുപോലെ തന്നെ ഉദ്ഘാടകനായിട്ടുള്ള പ്രസിദ്ധനായിട്ടുള്ള ഞാൻ ഒരുപാട്, കാരണം ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണ് KC പഠിച്ച് അത് കഴിഞ്ഞാളുടെ ശിഷ്യനായിട്ട് ഞാൻ ഡോക്ടർ പി ഹരിദാസ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ചെറിയൊരു റിലേഷൻ ഉണ്ട്. ഡോക്ടർക്ക് അറിയുമെന്ന് അറിയില്ല. ഒരു മനച്ച അമ്മ എൻ്റെ മാമനാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇതിലും അപ്പോൾ നമുക്കൊരു ഇവിടെ എത്തിയപ്പോഴാണ് ഡോക്ടർ ഇവിടെയാണ് ഫേമസ് ആയിട്ട് എല്ലാ ദിവസവും പത്രങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു പേരും, അതുപോലെ തന്നെ അപ്പൊ ആളുടെ നാട്ടിൽ ഞാൻ എത്തി എന്നുള്ളൊരു സന്തോഷം. അപ്പൊ അത് ഇപ്പൊ ഒരു മീറ്റിംഗിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു വേദി പങ്കിടാൻ സാധിച്ചു എന്നുള്ളതും വളരെ സന്തോഷം. ഒപ്പം തന്നെ നമുക്ക് ബിന്ദു സിസ്റ്റർ, എന്നെ സിസ്റ്റർ ഒരുപാട് പ്രാവശ്യം വലിയ പരിചയം, ഞങ്ങൾ ആദ്യമായിട്ട് ഇപ്പോഴാണ് കാണുന്നത്. പക്ഷേ ഇവിടുത്തെ ഉദ്ഘാടനത്തിന് അത് മുൻകൂട്ടി എന്നോട് പറഞ്ഞിരുന്നു. അതും കഴിഞ്ഞ് പെട്ടെന്നാണ് തിരുപ്പതിക്ക് ഒരു ദർശനം. അത് ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ. അങ്ങനെയുള്ള അത് ആ ഒരു ഇത് വന്നപ്പോൾ മെയ് 19 ഒക്കെ ആയിരുന്നു. മെയ് 19 ആ ഡേറ്റിന് ഞങ്ങളത് മുമ്പേ തന്നെ ആ ഡേറ്റ് ഫിക്സ് ചെയ്ത് നമുക്ക് ദർശനം ബുക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ആ ഒരു ബുക്കിങ്ങിന്റെ ഭാഗമായിട്ട് പക്ഷേ ബുക്കിംഗ് അന്ന് വരെ ശരിയായില്ല. ഇലക്ഷൻ കോഡ് ഓഫ് പ്രൊഡക്റ്റ് നിൽക്കുന്നത് കൊണ്ട് നമ്മൾക്ക് അന്ന് അത് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ അവിടെ ചെന്നപ്പോൾ ദൈവം നമ്മളെ ഉയർത്തിപ്പിടിക്കുക പറയുന്നത് ചില സാഹചര്യം ഈസിയായിട്ട് ബുക്ക് ചെയ്ത് പോകുന്നതിനേക്കാളും ഭംഗിയായിട്ട് അവിടെ നടന്നു പോകുന്നവർക്ക് പോകാനായിട്ട് ഒരു കൗണ്ടറുണ്ട്. അവിടുന്ന് കിട്ടി പെട്ടെന്ന് 2 മണിക്കൂറിനുള്ളിൽ ദർശനം സാധ്യമായി. അതൊരു ഭാഗ്യം. പക്ഷേ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് അന്ന് സാധിച്ചില്ല. അന്ന് ഞാൻ സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഇനി ഒരു പരിപാടി വരുമ്പോൾ തീർച്ചയായിട്ടും ഞാനിവിടെ വരുമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിന്ദു സിസ്റ്റർ, അതുപോലെ തന്നെ കരീം പന്നിത്തടം സാമൂഹ്യ പ്രവർത്തകൻ, ഞാൻ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നില്ല നമ്മൾ പരിചയപ്പെടുന്നത്. അങ്ങനെ അധ്യക്ഷ വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, അതുപോലെ തന്നെ വിശിഷ്ടമായിട്ടുള്ള ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് വളരെ നഷ്ടമായി എന്നുള്ളതറിയാം. എനിക്ക് ഇതുപോലെയുള്ള പ്രഭാഷണങ്ങളെല്ലാം കേട്ടിരിക്കാൻ വളരെ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഞാനത് കുറച്ച് പരിപാടികളും അറിയാലോ, 2 മരണം ഉണ്ടായിരുന്നു ഡിവിഷനിൽ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ വന്ന് പെട്ടപ്പെട്ടൊരു ഡിലേ ആണ് വന്നത്. അതിന് നിങ്ങളോട് നേരിട്ടും വൈകി വന്നതിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഒപ്പം ഈ ഇത്രയും നല്ല ഒരു
ആധ്യാത്മികത ഞാൻ എപ്പോഴും സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ക്ലാസ്സുകളെ അതുപോലെ പ്രഭാഷണങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്ന ആളാണ്. അപ്പം എനിക്ക് ഇവിടെ വന്നു ഒരു പുതിയ അറിവ്, അല്ലെങ്കിൽ മഹാഭാരത യുദ്ധത്തിൻ്റെ ഞാൻ ഇത്ര നാളും വിചാരിച്ചിരുന്നു എന്നത് ഈ മഹാഭാരത യുദ്ധം ഉണ്ടാവാൻ കാരണം ഞാൻ ഇപ്പോഴും ഒരു സത്യവതി എന്നുള്ള ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ അല്ലെ സെൽഫിഷ് ആയിട്ടുള്ള ആ ഒരൊറ്റ ഇതിനാണ് ഒരു മഹാഭാരത യുദ്ധം അല്ലെങ്കിൽ മഹാഭാരതം എന്നുള്ളതാണ്. അന്ന് കാലത്ത് ഇങ്ങനെ ഒരു ചരിത്രം എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്ര ശാഖകളായി എത്ര മനോഹരമായിട്ട് നമുക്ക് എങ്ങനെയാണ് ഇന്ന് കാലത്ത് എനിക്ക് തോന്നുന്നില്ല ഒരാൾക്ക് അത് എഴുതാൻ സാധിക്കുമെന്നുള്ളത്. അത്രയധികം കഥകൾ, അത്രയധികം മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. അപ്പം ഞാനിപ്പോഴും വിചാരിച്ചിരുന്നത് സത്യവതിക്ക് ഇത്രയും സ്വാർത്ഥത ഇല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടാവുകയില്ല, അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ ദ്രൗപദിയുടെ ഈ വാക്കും അതിനേക്കാൾ ഞാൻ ഊന്നൽ കൊടുത്തിരുന്നത് ഇതിനായിരുന്നു. ദൈവത്തെ എനിക്ക് തോന്നി ശരിയായിരിക്കും അങ്ങനെ ഒരു കോപം അവർക്ക് വരാൻ ഉള്ള ഒരു കാരണം ഹേതുവായത് അതായിരിക്കും എന്നുള്ളത്. പക്ഷെ ഞാൻ എന്നിട്ട് എപ്പോഴും ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആരോടായാലും നമ്മൾക്ക് ഇങ്ങനെ പറയുമ്പോൾ എത്രയും അവരെ പോലെ ഒരു സ്വാർത്ഥയായിട്ടുള്ള ഒരു സ്ത്രീ. കാരണം ഓരോ ഘട്ടങ്ങളിലും ഓരോ തെറ്റുകൾ ചെയ്യാൻ ആളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശിഖണ്ഡി ജനിക്കുമായിരുന്നില്ല, അങ്ങനെയുള്ള കാര്യം ഉണ്ടോ? അങ്ങനെ ഇല്ല. അപ്പൊ അവരുടെ സ്വാർത്ഥതയ്ക്കാണ് ഒരു സ്വയംവരം നടക്കുമ്പോൾ അവിടുന്ന് പോയിട്ട് 3 കന്യകമാരെ അവിടുന്ന് ബലമായി പിടിച്ചു കൊണ്ടുവരാൻ ആജ്ഞാപിക്കുകയാണ്. ഭീഷ്മരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അല്ല ന്യായത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ആളാണ്. പക്ഷെ അത് ആജ്ഞാപിക്കലാണ് രാജ്ഞിയുടെ ആജ്ഞാപനമാകുമ്പോൾ അത് അനുസരിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ അവർ പറയും നിങ്ങളുടെ മറ്റൊരു സ്വാർത്ഥ താല്പര്യത്തിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇത് വരും, അപ്പോൾ അത് ആജ്ഞ അനുസരിച്ചേ തീരും. അങ്ങനെയുള്ള ആ ഒരു അതിൽ നിന്നും എനിക്കിന്ന് കിട്ടിയ പുതിയ അറിവാണ് ഞാൻ എൻ്റെ. അപ്പോൾ നമ്മൾക്ക് ഓരോ അറിവും ഓരോ പ്രഭാഷണങ്ങളിലൂടെ ഞാൻ വിശ്വസിക്കുന്നത് ദൈവം അങ്ങനെയല്ല, നമ്മളിൽ നിൽക്കുന്ന ഈ ജീവനിലാണ് ദൈവമുള്ളത്. ദൈവത്തിൻ്റെ ചൈതന്യമാണ് പറഞ്ഞു സൃഷ്ടി. ഇവിടെ നമ്മൾക്കുള്ള നമുക്കിവിടെ ഉള്ള ആ ഒരു ജീവൻ്റെ ഇത് നമുക്ക് ദൈവം എന്നുള്ളത് നമ്മളിലെ ദൈവത്തിനെ നമ്മൾ തിരിച്ചറിയും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ, നമ്മൾ ചെയ്യുന്ന വാക്കുകളിൽ നമ്മൾ ദൈവത്തിനെ കണ്ടെത്തും. ദൈവം തന്നൊരു കഴിവാണ്. ഏത് നേരവും എപ്പോൾ വേണമെങ്കിലും ഇത് തിരിച്ചെടുക്കാൻ പറ്റാവുന്നതാണ് എന്നുള്ളൊരു ചിന്ത നമ്മൾക്ക് ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ സ്വാർത്ഥരാവില്ല എന്നുള്ളത് ഇവിടെ മനോഹരമായിട്ട് നമുക്ക് ഒരു മനസ്സിലായി. എനിക്ക് വളരെ നഷ്ടബോധമുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് ഇരിക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കും. അപ്പോൾ ഏറ്റവും അതുപോലെ തന്നെ രക്ഷാബന്ധൻ നമ്മളിൽ പരസ്പരം സ്നേഹവും വിശ്വാസവും നമുക്ക് ഊട്ടി ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാബന്ധൻ ദിനം, അതിൻ്റെ ആചരണം ഈ മാസം ഫുള്ളാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് ഇവിടെ. അപ്പോൾ അതിൽ നമ്മൾക്ക് പരസ്പരം സ്നേഹത്തോടെ തണലോടെ വസിക്കാനായിട്ട് എല്ലാ ദൈവത്തിൻ്റെ നമ്മൾ സൃഷ്ടിയുടെ പരമാത്മാവായിട്ടുള്ള ശിവനിൽ നിന്നും നമ്മൾക്ക് അത് ലഭിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓം ശാന്തി. അപ്പോൾ നമ്മുടെ മാഡം മഹാഭാരത യുദ്ധത്തെ കുറിച്ചാണ് ചിന്തിച്ചതെന്ന് പറഞ്ഞു അല്ലേ? അവിടെ ഒരു സ്ത്രീ അല്ലേ അതിന് കാരണമായത് ഇന്ന് പോലും മാഡം ചിന്തിച്ചു എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്, ഒരു യുദ്ധഭൂമിയിൽ ഇത്രയും യുദ്ധസന്നാഹങ്ങളോടെ ഒരു യുദ്ധം ഉണ്ടായിരുന്നോ? സംഭവ്യമാണോ? കൗരവരും പാണ്ഡവരുമാണല്ലോ യുദ്ധത്തിന് നിന്നത് അല്ലേ? അപ്പോൾ കൗരവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ക്ഷമ ഒട്ടും തന്നെ ഇല്ലാത്ത വലിയൊരു ഗ്രൂപ്പാണ് കൗരവരെന്ന് പറയുന്നത്. പാണ്ഡവരാണെങ്കിൽ ക്ഷമയുടെ മൂർത്തികളാണ് സത്യം പറഞ്ഞാൽ. അപ്പൊ എങ്ങനെയാണ് ഒരു അർജുനന് വേണ്ടി സ്വയം ഭഗവാൻ 18 അധ്യായം ഉപദേശിച്ചത്? അത് സംഭവ്യമാണോ അല്ലയോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ്. അപ്പൊ കൗരവര് ഈ 18 അധ്യായം പറഞ്ഞു കൊടുക്കുന്നത് വരെ കൗരവര് അവിടെ നോക്കി നിന്നിട്ടുണ്ടാവൂ? അത്രയൊക്കെ ക്ഷമയുണ്ടോ കൗരവർക്ക്? സത്യമായിട്ടും. അപ്പൊ അങ്ങനെ പ്രാക്ടിക്കൽ നടക്കുമോ? അതും സിസ്റ്റർ നേരത്തെ പറഞ്ഞല്ലോ,
എനിക്ക് ഇവരെയൊക്കെ കൊന്നിട്ട് എനിക്ക് യുദ്ധം ചെയ്യണ്ട, എനിക്ക് രാജ്യം വേണ്ട എന്ന് അർജുനൻ പറഞ്ഞുല്ലോ. പക്ഷെ ഭഗവാൻ ശരിക്കും പറഞ്ഞാൽ ശ്രീകൃഷ്ണന്റെ പേരാണല്ലോ അവിടെ വച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ യുദ്ധം ചെയ്യണ്ട എന്ന് പറഞ്ഞ അർജുനനെ യുദ്ധത്തിന് പ്രേരിപ്പിച്ച കുറ്റത്തിന് ശരിക്കും അകത്താക്കണം ആളിനെ, വേണ്ടേ? കാരണം എന്താ വെച്ചാൽ എനിക്ക് യുദ്ധം ചെയ്യണ്ട എന്ന് പറഞ്ഞ ആളെ കൊണ്ട് എന്താ ചെയ്ത് യുദ്ധം ചെയ്യിപ്പിച്ചു എന്ന് മാത്രമല്ല, യുദ്ധം കഴിഞ്ഞതിന് ശേഷം അവസാനം കുന്തിയല്ല നമ്മുടെ ഗാന്ധാരിയും അല്ലെ ധൃതരാഷ്ട്രം അവര് വന്നിട്ട് ഇങ്ങനെ കരയുകയാണ്. തന്റെ മക്കളെല്ലാം ഇങ്ങനെ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട് കരയാണ്. എന്ത് യുദ്ധം നടന്ന്? ധർമ്മയുദ്ധോ അധർമ്മയുദ്ധോ? പേര് ധർമ്മവും, എന്നിട്ട് യുദ്ധം കഴിഞ്ഞ് കരയാണ് ഒത്തിരി പേര്. അപ്പൊ അതിൽ എന്തോ ഒരു ആധ്യാത്മിക രഹസ്യം ഇല്ലേ? തീർച്ചയായും ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നത് എന്താന്ന് പറഞ്ഞാല്, ഈ ഒരു മഹാഭാരത യുദ്ധം നടക്കുന്ന ആ ഒരു യുദ്ധഭൂമി എന്ന് പറയുന്നത് ശരിക്കും എവിടെയാണ്? നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സാണ് യുദ്ധഭൂമി. നമ്മുടെ മനസ്സിലാണ് ആസുരീയ സ്വഭാവങ്ങളാകുന്ന കൗരവരും ദൈവിക സ്വഭാവങ്ങളാകുന്ന പാണ്ഡവരും തമ്മിൽ യുദ്ധം. ഞാൻ ഇന്ന് എന്തായാലും അവരോട് സ്നേഹത്തോടെ പെരുമാറും. എന്നെ തല്ലാൻ വന്നാലും ഞാൻ തിരിച്ചൊരക്ഷരം മിണ്ടില്ല എന്ന പൂർണ്ണ നിശ്ചയത്തോടെ ഞാൻ വീട്ടിൽ കയറും. എന്നിട്ട് കുറച്ചു നേരമൊക്കെ ഇങ്ങനെ നോക്കും. 5 മിനിറ്റ് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ദേവഗുണമൊക്കെ പോയിട്ട് എന്താകും? അസുരനാവും അല്ലേ? അപ്പൊ അവിടെ ശരിക്കും ഒരു യുദ്ധം കഴിഞ്ഞില്ലേ? അതിൽ ഞാൻ ജയിച്ചോ തോറ്റോ? തോറ്റു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഓരോ മനുഷ്യ മനസ്സിലും യുദ്ധമാണ്, മഹാഭാരത യുദ്ധമാണ്. ഓരോ വീടുകളിലും മഹാഭാരത യുദ്ധമാണ്. ഓരോ സമൂഹത്തിലും മഹാഭാരത യുദ്ധമാണ്. നമ്മുടെ ക്ലാസ്സുകളിൽ പറയാറുണ്ട്, ഒരു വീട്ടിൽ 2 പേരാണെങ്കിലും പരസ്പരം ഒരാൾക്ക് പച്ച ഇഷ്ടം ഒരാൾക്ക് നീല ഇഷ്ടം, എങ്ങനെ ചേർന്ന് പോകും? ബുദ്ധിമുട്ടാണ് അല്ലേ? അതേപോലെ നമ്മൾ വീടുകൾ തമ്മിൽ എപ്പോഴും എൻ്റെ സ്ഥലം നിന്റെ സ്ഥലം, എൻ്റെ മതിലുമേ നീ അത് വെച്ചില്ലേ, എൻ്റെ മതിലുമേ ഇത് വെച്ചില്ലേ. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വാർഡ് മെമ്പർ വന്നപ്പോൾ അങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഈ വാർഡ് മെമ്പർമാർക്ക് എപ്പോഴും അങ്ങനെ പ്രശ്നം വരുമെന്ന്. മെമ്പറെ ആ വീട്ടുകാരെ എൻ്റെ മതിലുമേ അത് ചെയ്തു, അപ്പം മെമ്പറെ ഇങ്ങനെ ചെയ്തു. അപ്പോൾ മഹാഭാരത യുദ്ധം നടക്കുന്നത് ഇതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ പഠിച്ചിട്ട് ആ ഡിഗ്രി എടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിൽ നടക്കുന്ന മഹാഭാരത യുദ്ധത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായും നമുക്ക് മഹാഭാരത യുദ്ധം ചെയ്ത വിജയിയായിട്ട് അധർമ്മത്തെ നശിപ്പിച്ച ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിച്ചല്ലോ. ആ അവതരണത്തിൽ നമുക്കും ഒരു വിരൽ സഹയോഗം ഭഗവാന് കൊടുത്ത് നമ്മളിലൂടെ ഭഗവാൻ ഇവിടെ അധർമ്മം നശിപ്പിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും. അതിലെല്ലാം ഓരോ വിരലുകളാണ് ആര്? നമ്മളെല്ലാവരും അതിലൊരു വിരലുകളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ആ യുദ്ധം അവസാനിപ്പിക്കണ്ടേ? വളരെ മനോഹരമായിട്ട് മാഡം നമുക്ക് അതിൻ്റെ ഒരു, ഞാനിപ്പോൾ മാഡം മഹാഭാരതം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഇതും പറയില്ലായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു നോളേജ് ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതിൻ്റെ ആധ്യാത്മിക രഹസ്യം കൂടെ അറിയുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് അല്ലേ? അപ്പം മാഡം പറഞ്ഞതുപോലെ നമുക്കതിന് കുറേ ക്ലാസ്സസ് ഉണ്ട്. അതിൻ്റെ ലിങ്കുകളൊക്കെ മാഡത്തിന് നമുക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ മാഡം സമയം കിട്ടുമ്പോൾ ഒരു ദിവസം 1/2 മണിക്കൂർ വെച്ച് കേൾക്കുകയാണെങ്കിൽ മാഡത്തിന് ഇനി ഒരുപാട് പഠിക്കാനുണ്ട് അല്ലേ? അപ്പം നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പം നന്ദിയുണ്ട് മാഡത്തിന്, നന്ദി. ഇനി നമ്മുടെ കരീംബായി പറഞ്ഞല്ലോ സാമൂഹിക പ്രവർത്തകനാണ്. അപ്പോൾ കരീംബായിയുടെ നാവിൽ നിന്ന് കൂടെ നമുക്ക് ഒരു ആശംസ കേൾക്കാം. ഓക്കെ, ഓം ശാന്തി. ബഹുമാനപ്പെട്ട നമ്മുടെ ഈ പരിപാടിയിലെ അധ്യക്ഷയായ നമ്മുടെ ബ്രഹ്മകുമാരീസിൻ്റെ രാജാതി കോർഡിനേറ്ററും അതുപോലെ വിശ്വപാതാളം ബ്രഹ്മകുമാരി സെൻറ്ററുമായ അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന രാജയോഗി ബ്രഹ്മകുമാരി രാജാജി അവരുടെ, അതുപോലെ ഈ മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച
നമ്മുടെ ഞാൻ ആന ചികിത്സകൻ എന്ന് ഞാൻ പറയില്ല. ഞാൻ സിസ്റ്ററോട് വിളിച്ച് പറഞ്ഞത് ആനയെ റിസർച്ച് ചെയ്യുന്ന വിദഗ്ധൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ സിസ്റ്റർക്ക് സംശയം എഴുതുമ്പോൾ തെറ്റോ എന്നുള്ള രീതിയിൽ വീണ്ടും വിളിച്ചു വന്നില്ല. അപ്പോൾ അദ്ദേഹം ശാസ്ത്രീയപരമായിട്ട് ആനയെ പഠിച്ച ഒരാളാണ്, എൻ്റെ സുഹൃത്ത് കൂടിയാണ് ഡോക്ടർ ഗിരിദാസ്. അതുപോലെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പൂരമുള്ളപ്പോൾ വന്നിട്ടുണ്ട്, കർമ്മനങ്ങാട് ഓർമ്മയുണ്ട്. അതുപോലെ നമ്മുടെ നേരത്തെ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഞങ്ങൾ സജിത ഷിബു ഞങ്ങൾ പരിചയപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ പഞ്ചായത്ത് ഞാൻ ഒരുവിധമുള്ളവരെന്നൊക്കെ അറിയും ജനപ്രതിനിധികളെ. ഞാൻ ജനപ്രതിനിധികളുടെ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റാണ്. അപ്പോൾ അത് ഒരു പക്ഷേ ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ഇരുന്ന ആളാണ്. അപ്പോൾ ജനപ്രതിനിധികളെ മുഴുവൻ നമുക്കറിയാം. എൻ്റെ സെക്രട്ടറിയാണ് നമ്മുടെ BS പ്രിൻസ്. എൻ്റെ സെക്രട്ടറിയാണ്. അദ്ദേഹമാണ് എൻ്റെ സെക്രട്ടറി, ഞാനാണ് പ്രസിഡന്റ്. അപ്പോൾ ഞങ്ങൾ അതുമായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ കുടുംബത്തിൽ ഉണ്ടെങ്കിലും ഞാൻ വെൽവിഷർ തന്നെയാണ്. ഞാൻ ഇടയ്ക്ക് പറയും, അതാ സിസ്റ്ററോട് പറയും, ഞങ്ങൾ ഒരുപാട് പരിപാടികളിൽ ഗുരുവായൂരും മകളൊക്കെ ആയിട്ട് പങ്കെടുക്കാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വിദ്യാർത്ഥിയല്ല, വെൽവിഷറാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയൂ. അങ്ങനെ പറയാറുണ്ട്. ഞാൻ എന്തേലും അവരുടെ ഓരോന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല, സമയമായിട്ടില്ല. അപ്പോൾ പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇവരെ പോലെയൊക്കെ നമുക്കും ഈ സ്ഥാനങ്ങളിൽ എത്തിച്ചേരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അത് ദൈവത്തിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ബാബയുടെ ആ ഒരു ശക്തി കൂടി ഉണ്ടെങ്കിലേ അത് പറ്റുള്ളൂ. എന്തായാലും ഇതുവരെ എത്താൻ കഴിയുക എന്നുള്ളത് കൂടെ അനുഭവമാണ്. അത് അത്രയും പ്യൂരിഫിക്കേഷൻ ചെയ്ത ആളുകൾക്ക് മാത്രമേ എത്താൻ കഴിയൂ. വേറെ കാര്യമില്ല. അത് നേരത്തെ നമ്മുടെ മെമ്പർ പറഞ്ഞ പോലെ ഇത് ഇത് കാരുണ്യത്തിൻ്റെ യൂണിവേഴ്സിറ്റി എന്നൊക്കെ ഞാൻ പറയും. അത് നമുക്ക് അറിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിശാലമായിട്ട് നിൽക്കണ്ടോ. നേരത്തെ സിസ്റ്റർ പറഞ്ഞല്ലോ, നമ്മുടെ നാടിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ, അതുപോലെ നമ്മുടെ നാടിന് ബുദ്ധിമുട്ട് സംഭവിക്കുമ്പോൾ പലരും നമ്മൾക്ക് വരാണ്ട്. നമ്മുടെ ബാബക്ക് വരും. യഥായഥായി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തഥാത്മാനം സജാമ്യഹം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നാടിന് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ വരുമ്പോൾ പലരും വരാണ്ട് നമുക്ക്. അതുപോലെ പലരും വരും. അപ്പൊ നാടൊക്കെ ആ സ്ഥിതിവിശേഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതറിയാലോ, ഇപ്പൊ നാട്ടിൽ എന്തൊക്കെയോ നടക്കുന്നു. വെള്ളപ്പൊക്കം വേറെ വഴിക്ക്, ഓണ വേറെ വഴിക്ക്, കുടിപ്പിടുത്തം, ഒരുപാട് പ്രശ്നങ്ങളാണ് വരുന്നത് നമ്മൾക്കൊക്കെ. അപ്പൊ അതൊക്കെ എന്താണ് വരുന്നത്? ആന പോലും, ഞാൻ ആനയുടെ അതോടെ ഇരിക്കുന്നത്, ആന പോലും വയനാട്ടിലത്തെ സമ്പത്തായപ്പോഴേ ആനൊക്കെ നമ്മളതിനെ ഉപദ്രവിക്കുന്നുള്ളതാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലൊക്കെ. പക്ഷെ ആ അമ്മയെയും കുഞ്ഞിനെയും കാലിൻ്റെ മുകളിലിരുത്തി നേരെ മണിക്കൂറോളം ഇരുത്തി അവരെ സംരക്ഷിച്ചു എന്നുള്ളതാണ് ആന. അപ്പൊ എല്ലാവരും, കാരണം നമ്മുടെ നമുക്കറിയാം, ഏഴാകാശവും സൂര്യനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും കടലും ഭൂമിയും വൃക്ഷങ്ങളും 16 ലക്ഷം ജന്തുജീവജാലങ്ങളും ഈ പ്രപഞ്ചത്തിലുണ്ട് അല്ലേ. അവരൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കണം എന്ന് പറയുന്നത് അവരൊക്കെ. അപ്പൊ അത് വലിയൊരു അനുഗ്രഹമാണ്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹം. അപ്പൊ ഈ പ്രപഞ്ചത്തെ നമ്മൾ ചേർത്ത് പിടിക്കണം അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഓക്സിജന്റെ ഭൂമി സ്വന്തം മറ്റത്തണ്ടിന്റെ മുകളിൽ 1600 കിലോമീറ്റർ കറങ്ങി സൂര്യന് 1,00,000 കിലോമീറ്റർ മടങ്ങി ചെയ്യുമ്പോഴാണ് രാത്രിമാരൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണല്ലോ ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തി കറക്റ്റാവുന്നതും ഭൂമിയുടെ സന്തുലിതാവസ്ഥ റെഡിയാവുന്നതും കടലിലെ വെള്ളം ചെയ്യാത്തതും. 3 സിലിണ്ടർ ഓക്സിജൻ GST ഇല്ലാതെ ബാബ നമുക്ക് തരുന്നത് കൊണ്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരു ദിവസം 3 സിലിണ്ടർ ഓക്സിജൻ വിശ്വസിക്കും. പറഞ്ഞുണ്ട്
അതിലേക്ക് നമ്മളുടെ ഊർജം എന്താണ് നമ്മൾ കൊടുക്കുന്നത്? ഈ യൂണിവേഴ്സിറ്റിയിൽ അതിന്റെ ഊർജം കൊടുക്കും. നമ്മളിതിനെക്കുറിച്ച് പഠിച്ചാലാണ് ഇതിന്റെ ഊർജം കിട്ടും അല്ലേ? ഇന്നിപ്പോ സിലിണ്ടറിനൊക്കെ ഒരു കുട്ടിക്ക് 70-30 കണ്ടാക്കി 60 വയസ്സ് വരെ ശ്രദ്ധിച്ചാൽ 4,65,35,333 രൂപയുടെ ഓക്സിജൻ ഈ പ്രപഞ്ചത്തിൽ നിന്ന് GST ഇല്ലാതെ വാപ നമുക്ക് തരുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മളതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? നമുക്ക് സന്തോഷം വരുമ്പോൾ ചിരി വരുള്ളൂ. ആ ചിരിയൊക്കെ നമ്മൾ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം, എപ്പോഴും സന്തോഷം ഉണ്ടായിരിക്കണം. അപ്പൊ ഈ പൊതുപ്രവർത്തകർക്കൊക്കെ പല ടെൻഷനുകൾ വരും. ഞാനൊക്കെ പഞ്ചായത്തിൽ വരുന്ന ആളാണ്. ചിരി എന്ന് പറയുന്നത് ഉണ്ടാവില്ല, അത്രയ്ക്ക് ബുദ്ധിമുട്ടുകളാകും വരിക. നമ്മളൊന്ന് ചിരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ തന്നെ നമ്മുടെ 36 മസിലുകളാണ് വർക്ക് ചെയ്യുക. ഒന്ന് ചിരിക്കുക, ആ ചിരി ഉള്ളിൽ നിന്നുള്ള ചിരിയിരിക്കണം. അതല്ലേ ശ്രീനാരായണ ഗുരു പറഞ്ഞത്, ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളിൻ്റെ ഉള്ളിലാണ് ഉള്ളതല്ലാതുള്ളത് എന്ന് പറയാനുള്ള കാരണം അതാ. ഉള്ളിൽ നിന്ന് വരണം ചിരി. രാഷ്ട്രീയക്കാരൊക്കെ ചിരിച്ച് ചങ്ങിൻ്റെ അപ്പോ യൂസുഫ് സാഹിബിന് 25 കോടി ധർമ്മങ്ങൾ ചെയ്താലും നമ്മളൊരു പുഞ്ചിരിയാണ് ഭാവയുടെ മുന്നിൽ വരദാനമായിട്ട് മാറുന്നത്. അത് ആ ഉള്ളിലുള്ള സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ദിവസമാണ്. അതാണ് ഒരു ചരട് കെട്ടിയ മാത്രം പോരാ, അല്ലെങ്കിൽ ഒരു രാഗി കെട്ടിയ പോരാ. നമ്മൾ രാഗി കെട്ടുമ്പോൾ നമ്മുടെ സഹോദരനാണെന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ. ഞാനൊരു രാഗി നമ്മുടെ ഡോക്ടർക്ക് കെട്ടുമ്പോൾ എൻ്റെ സഹോദരനാണ് അല്ലെ എൻ്റെ സഹോദരിയാണെന്നുള്ള ആ ഒരു ബോധം നമ്മുടെ മനസ്സിലേക്ക് വേണം. അതാണ് ജാതീയപരമായിട്ട് നമ്മളാരും ചിന്തിക്കരുത് എന്ന് സിസ്റ്റർ പറയാൻ കാരണം അതാണ്. എന്നോട് ഇടയ്ക്ക് പറയുന്നതാണ്. ഞാൻ ഇതുവരെ ജാതീയപരമായിട്ട് ചിന്തിച്ചിട്ടില്ല. കാരണം ഗുരുദേവൻ പറഞ്ഞെന്താ, ജാതിഭേദം മതുദ്ദേശം ഏതുമില്ലാതെ സർവരും സോദരാതേന വാഴും മാതൃകാസ്ഥാനമാണിത് എന്ന് ഗുരുദേവൻ പറയുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് ഇതൊന്നും ചിന്തിക്കില്ല. എന്തൊരു വചനമാണ്, മഹത്തരമായ വചനല്ലേ. നമ്മളോട് ഇന്ത്യ, നമ്മുടെ ഭാരതം നമുക്ക് തന്ന പ്രാർത്ഥന എന്താ? അത് നമ്മൾ ചിന്തിക്ക്. സഹനാഭവതു സഹനോ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വീനാവതീതമസ്തു മാ വിദ്വേഷാവഹൈ ഓം ശാന്തി ശാന്തി ശാന്തി. അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാക്കി വെക്കും. നമ്മൾ ഒരുമിച്ച് ഉള്ളണം, ഒരുമിച്ച് നീങ്ങണം, ഒരുമിച്ച് മുന്നേറണം. നമ്മൾ പറയുന്ന ഓരോ വചനങ്ങളും തേജസ്സുള്ളതായിരിക്കണം. നമ്മളുടെ മനസ്സിൽ ഒരു വിദ്വേഷമോ ഒരു വെറുപ്പോ ഒന്നും ഉണ്ടാവും. ഇതുപോലുള്ള പ്രാർത്ഥനകൾ ഇതാണ് നമ്മുടെ ഭാരതത്തിൽ വേണ്ടത്. അവിടെ ജാതിയില്ല, മതമില്ല, വർണ്ണം ഇല്ല, ഒന്നുമില്ല അല്ലേ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. ഇതന്നെയാണ് ഇവിടെ നിന്നും ഉയരുന്നത്. ഇവിടെ നിന്ന് ഉയരുന്നത് അറിവാണ്. മനുഷ്യന് കിട്ടേണ്ടത് അറിവുകളാണ് ഇവിടെ ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ തിരിച്ചറിവില്ല. ആ തിരിച്ചറിവ് കിട്ടുന്ന യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ ബ്രഹ്മകുമാരി. അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ യൂണിവേഴ്സിറ്റിയാണ്. ആ തിരിച്ചറിവ് എങ്ങനെ കിട്ടണം? നമ്മുടെ ശരീരത്തിലുള്ള നേരത്തെ പറഞ്ഞ പോലെ ആഗ്രഹം, ക്രോധം, മോഹം, ലോഭം, അഹങ്കാരമൊക്കെ ഉപയോഗിക്കണം. നമ്മള് ഞാൻ ആഗ്രഹം പറയാൻ കാമം, ക്രോധം, മോഹം അറിയാം, തെറ്റിദ്ധരിക്കണ്ട. നമ്മുടെ ശരീരത്തിലുള്ള മെസൻഡാസ് എന്ന് പറഞ്ഞൊരു അവയവമുണ്ട്. അതിന്റെ ഉള്ളിലുള്ള കാമം, ക്രോധം, മോഹം, ലോഭം, അഹങ്കാരം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യുദ്ധം, ഇവിടെ യുദ്ധത്തെ കുറിച്ച് സംസാരിച്ചു അല്ലേ. മഹാഭാരതം, വാൽമീകിയും അതുപോലെ നമ്മുടെ ഗീതൊക്കെ എഴുതിയ വ്യാസനൊക്കെ അത് എഴുതി ഉണ്ടാക്കുന്നതിന് ദൃഷ്ടാന്തങ്ങളുണ്ടായിരുന്നു. നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലാണ് യുദ്ധം നടക്കുന്നത്. നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കാമം, ക്രോധം, മോഹം, ലോഭം, അഹങ്കാരമൊക്കെ യുദ്ധം ചെയ്തിട്ട് വരികണം. നല്ല മനുഷ്യനാവണം. അതുകൊണ്ടുള്ള സന്ദേശങ്ങളാണ്. അത് ചിലർക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് നമുക്ക് വലിയൊരു യുദ്ധം ഇവിടെ നടന്നു, ഈ ലോകത്തിൽ നടന്നു എന്നുള്ള രീതിയിൽ വരുന്നത്. അപ്പൊ ഉള്ളിൻ്റെ ഉള്ളിലാണ് ഈ യുദ്ധങ്ങളൊക്കെ നമ്മൾ നടക്കുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നതല്ല അറിവ് എന്ന് പറഞ്ഞെന്ന് വെച്ചെങ്കിൽ
അത് തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ബ്രഹ്മകുമാരീസ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. തെറ്റുകളുണ്ടെങ്കിൽ കാരണം ഉണ്ടെങ്കിൽ പറയാം, തിരുത്താം, ഒക്കെ ചെയ്യാം. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മൾക്ക് തിരിച്ചറിവ് കിട്ടണ ചിന്തിക്കുന്നത് നമ്മളെപ്പോഴും ചിന്തയുള്ളവരായിരിക്കും. കാരണം നമ്മുടെ തലച്ചോറ് എന്ന് പറഞ്ഞാൽ 1.5 കിലോനാണ് നമ്മുടെ തലച്ചോറ്. അതിൽ 10 ലക്ഷം പോലും നാടി പ്രശ്നം. 1% എൻ്റെ വർക്കിനുള്ളൂ. 2% വർക്ക് ഉണ്ടാവും, സിസ്റ്റർ 3% ഉണ്ടാവും. അങ്ങനെ പലരും പല രീതിയിൽ അത് വർക്ക് ചെയ്യുക. ആ സിസ്റ്റം നമ്മുടെ ഹൈപ്പോതലാമസ് വർക്ക് ചെയ്യുക. നമ്മൾ ഹൈപ്പോതലാമസിൽ മനനം ചെയ്ത് നന്മയുടെയും കാരുണ്യത്തിന്റെയും ധർമ്മബോധത്തിന്റെയും പാതയിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. അത് കൊണ്ടുപോകുമ്പോൾ തിരിച്ചറിവ് വരും. കാരണം ഒരു വാക്ക് 1000 വാക്കുകളായിട്ടാണ് വരിക. ഒരു IAS IPS അതുപോലെ മറ്റുള്ള ഏത് ഡിഗ്രി ആയാലും അതിനപ്പുറത്താണ് നമ്മുടെ യൂണിവേഴ്സിറ്റി. അതാണ് ഞാൻ പറയാൻ കാരണം. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു മൂകനായിട്ട് ആരും ഇരിക്കുന്നു, സന്തോഷത്തോടു കൂടി ഇരിക്കണം. എപ്പോഴും മനസ്സിന് സന്തോഷം ഉണ്ടാവും. അങ്ങനെ സന്തോഷം വന്നാൽ നമ്മൾക്ക് ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കും. അങ്ങനെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൽ എല്ലാ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ നിർമ്മാർജ്ജനം ചെയ്യും. നമ്മുടെ ഭക്ഷണത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അസുഖങ്ങൾ വരുന്നത് അല്ലേ? നമ്മൾ പാലൊക്കെ ഒരു 100 ലിറ്റർ വെള്ളം കുടിക്കുന്ന പറയുന്നത്. അതുപോലെ 100 ലിറ്റർ വെള്ളം കുടിക്കും, 100 കിലോ ഭക്ഷണം കഴിക്കും. നമ്മളെത്ര കഴിക്കുക? നമ്മൾ 5000 കലോറി 6000 കലോറി കഴിക്കുക. അത് കഴിക്കാൻ പാടില്ല. ഒരു മനുഷ്യൻ കഴിക്കുന്നത് ഒരു 1200 കലോറി ഭക്ഷണമാണ് കഴിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ ഭക്ഷണത്തിൽ പോലും നിയന്ത്രണം വേണം. ആ മനുഷ്യൻ, അതായത് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, മുഹമ്മദ് നബിയൊക്കെ പറഞ്ഞത്, എന്റെ അയൽവാസി പട്ടിണി കഴിക്കുമ്പോൾ വയലു നിറയെ ഉള്ളവൻ എതിൽപ്പെട്ടവനല്ലാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അയൽവാസി ആരാണെന്ന് അറിയുമോ? ഒരു ചിന്തിക്ക്, എന്റെ അയൽവാസി ആരാണെന്ന് പോലും അറിയില്ല. യേശുദേവന്റെ പറഞ്ഞത്, യേശുദേവന്റെ എന്നെ പോലെ തന്നെ സ്നേഹിക്കാം. യേശുദേവൻ പറഞ്ഞില്ലേ? സ്വാമി വിവേകാനന്ദൻ പറഞ്ഞല്ലോ, വിശക്കുന്നവന് അന്നം കൊടുക്കുന്നവൻ ദൈവഗണിക രൂപത്തിൽ വരുമെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു. അവനവന്റെ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവരെന്റെ സുഖത്തിനായി പറയണമെന്ന് നമ്മുടെ ശ്രീനാരായണ ഗുരു നമ്മളോട് പറഞ്ഞില്ലേ? നമ്മള് പരസ്പരം അറിയാനും ബഹുമാനിക്കാനും ആ സഹോദര തുല്യം കാണാനും കഴിയണം. അപ്പോഴാണ് നമ്മൾക്ക് എല്ലാം ഉണ്ടാവുക, എല്ലാ സന്തോഷം ഉണ്ടാവുക. ഞാൻ ഇതില്ല, കാരണം ഇത് പ്രസംഗിക്കാനുള്ള ഒരു വേദിയല്ല. എന്തായാലും നമുക്ക് ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. നമുക്ക് വേണ്ടത് സന്തോഷമാണ്, അതുപോലെ സാഹോദര്യമാണ്. നമ്മൾ എല്ലാവരും ചേർത്ത് പിടിക്കലാണ്. അത് ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞത്. അങ്ങനെ ഒരു സംവിധാനമുള്ള നമ്മുടെ ബിന്ദു സിസ്റ്ററൊക്കെ ഇവിടെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള മനസ്സുണ്ട്. അതുപോലെ നമ്മൾക്കറിയാം, നമ്മുടെ ഇവിടെ അധ്യക്ഷ വഹിച്ച നമ്മുടെ സിസ്റ്റർ എറണാകുളത്താണ് വരുന്നത്. നമ്മളെ പോലെ ഞാൻ പറയുന്നത് കുഴപ്പമൊന്നുമില്ല ആൾക്ക്, എന്നാലും എറണാകുളത്ത് നമ്മളെ കൂടെ അടുത്തുനിന്നാണ് വരുന്നത്. എവിടുന്നാ വരുന്നത്? അത് നിങ്ങൾക്ക് അറിവിന് തരാറുണ്ട്. ഞാൻ അറിവാണ് നിങ്ങൾക്ക് തരുന്നത്. ഇവിടെ നിന്ന് ഒന്നും നമ്മൾ വാങ്ങുന്നില്ല അല്ലേ? 10 രൂപ പോലും ഇവിടെ കൊടുക്കുന്നില്ല. അതുപോലെ 10 രൂപ നമ്മൾ മേടിക്കണമില്ല, ഒന്നുമില്ല. ഒക്കെ സൗകര്യം, ലോകം മുഴുവൻ സൗകര്യം. ഇതുപോലുള്ള സംഘടന ലോകത്ത് കാണില്ല. ഇത്രയും രാജ്യങ്ങളിൽ 164 സെന്ററുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. 164 രാജ്യങ്ങളിൽ ഇതിങ്ങനെ പരന്നു കിടക്കുന്നു. ലോകം മുഴുവൻ പരന്നു കിടക്കുന്നു. ലോകം മുഴുവൻ ചർച്ചയാവുന്നു. ഈ ഇതിലേക്കാണ് ഈ ആളുകളൊക്കെ നേരത്തെ വാർഡ് മെമ്പർ പറഞ്ഞില്ലേ, ഇതിലേക്ക് വരാൻ ഒരു മനസ്സിനെ ആഗ്രഹിക്കുന്നു എന്ന് പറയാനുള്ള കാരണം എന്താ? എല്ലാവരും ഇനി അവസാനം ആഗ്രഹിക്കുന്നതിന്റെ പണി. അപ്പൊ നമ്മൾ ആത്മാവല്ല, നമ്മൾ ആത്മാവാണ്, ശരീരമല്ല എന്നുള്ളൊരു ബോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ഇവിടെ എത്തും. അതിനെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ദീപിക്കുന്നില്ല. എന്നോട് സിസ്റ്ററൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ സിസ്റ്റർ പറഞ്ഞില്ല, പറഞ്ഞിട്ടുണ്ട് സംസാരം അധികം നീട്ടണ്ട, 10 മിനിറ്റിൽ ഒതുക്കുക. എനിക്ക് ഒരുപാട് സംസാരിക്കണമെന്നുണ്ട്, ഒരുപാട് മേറ്ററുകളുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പക്ഷെ ഞാൻ സംസാരിക്കുന്നില്ല. എന്തായാലും നമ്മള് ഈ സെന്റർ നേരത്തെ ഡോക്ടർ പറഞ്ഞല്ലോ, ഇതൊരു വേറിട്ട സെന്ററാണ്. ഡോക്ടർക്ക് വരാനുള്ള നിമിത്തമായത് ഞാനാണ്. പക്ഷെ ആ നിമിത്തം നമ്മളെല്ലാവരും ആവണം, ഈ ഇരിക്കുന്നവരൊക്കെ ഉണ്ടാവണം നിമിത്തം. അപ്പൊ നിങ്ങളിൽ കൂടി ഓരോരുത്തരും ഇവിടെ വരാവുന്ന സംവിധാനം നിങ്ങളിൽ കൂടി ഉണ്ടാക്കണം. അതിനൊക്കെ ഇടവരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും
എല്ലാവർക്കും അനുഗ്രഹ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കറണ്ട് ശരിക്കും പോയതാണോ? അപ്പോൾ കരീംബായി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാരണം കരീംബായിൻ്റെ ഏത് പ്രോഗ്രാമിന് പോയാലും കരീംബായിയുടെ സ്ഥാനം എന്താണെന്നറിയോ? പ്രഭാഷകൻ എന്നാണ്. മുഖ്യ പ്രഭാഷണം കരീം പഞ്ഞിത്തടം അങ്ങനെയാണ്. അപ്പം അത് മിക്കവാറും ഒരു 1/4 മണിക്കൂർ ഇങ്ങനെ നീളും. അപ്പം ആള് പരിധിയില്ലാത്ത കാര്യമുള്ളൂ. അപ്പോൾ പരിധിയില്ലാത്ത കാര്യങ്ങളുള്ളിൽ കിടക്കുന്നതുകൊണ്ട് പറഞ്ഞാലും തീരില്ല. അപ്പം അത്രയും ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞാലൊന്നും തീരില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, നമ്മുടെ സഹോദരനല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ആശംസയ്ക്ക് നമ്മളെ വിളിച്ചത്. അതുകൊണ്ടല്ല കേട്ടോ, അല്ലാണ്ട് നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് എന്തായാലും കരീംബായി നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അല്ലേ? അതിൽ കരീംബായിക്ക് നമ്മുടെ ഈ പ്രോഗ്രാമിന് നന്ദി പറയുന്നതിന് വേണ്ടി നമ്മുടെ ഈ ബ്രഹ്മകുമാരി ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ 15 വർഷമായിട്ട് വിദ്യാർത്ഥിയായിട്ടിരിക്കുന്ന, അതേപോലെ തന്നെ പാലക്കാട് ജില്ലയുടെ മുഴുവൻ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറും കൂടെയാണ്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറായിട്ട് പാലക്കാട് ജില്ലാ മേധാവിയാണ് സന്തോഷ് ബ്രദർ. അപ്പോൾ ജോലിയും ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ആധ്യാത്മികമായ സ്പിരിച്വൽ യൂണിവേഴ്സിറ്റിയിൽ ഓരോ സർട്ടിഫിക്കറ്റുകളായി നേടിക്കൊണ്ടിരിക്കുകയാണ്. പഠനം പൂർത്തിയായിട്ടില്ല, സർട്ടിഫിക്കറ്റുകൾ ഇനി ഒരുപാട് കിട്ടാനുണ്ട്. ആ സർട്ടിഫിക്കറ്റുകളെല്ലാം ആള് നേടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ പിന്നെ 15 വർഷം മുമ്പ് ആള് അപ്പൊ 15 വർഷം മുമ്പ് നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മൗണ്ട് അബുലാണ് ആളെ ആദ്യമായിട്ട് പോയത്. അവിടെ നിന്നാണ് ആൾക്ക് ഈ ജ്ഞാനം കിട്ടിയത്. അങ്ങനെ ആള് ജ്ഞാനം കേട്ടു. പിന്നെ ഇവിടെ വന്ന് വീണ്ടും ജോയിൻ ചെയ്തു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അങ്ങനെ 15 വർഷത്തോളമായിട്ട് നമ്മുടെ വിദ്യാർത്ഥിയും കൂടെയാണ്. അപ്പൊ സന്തോഷ് ബ്രദറിന് ഞാൻ നന്ദി പറയാൻ വേണ്ടി ക്ഷണിക്കുന്നു. വരദാനം കിട്ടും. അത് കഴിഞ്ഞിട്ടാണ് അതിന് ഈ ഉദ്ഘാടന സമ്മേളനം വളരെ ഗംഭീരമായിട്ട് നടന്നു. ഇതിൻ്റെ അധ്യക്ഷത വഹിച്ച ബ്രഹ്മകുമാരി രാജയോഗവും ദാദാജിയും പരിചയപ്പെട്ട നമ്മളെല്ലാവരും സിസ്റ്റർ എല്ലാ സെൻറ്ററിലും ഓടി നടന്ന ഈ പ്രായത്തിലും നമ്മുടെയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന സിസ്റ്ററാണ്. അപ്പോൾ സിസ്റ്ററിനെ നമ്മളെല്ലാവരുടെ പേരിലും ഈ നാട്ടുകാരെ ജില്ലാ പാഠശാല പേരിൽ അറിയിക്കുകയാണ്. നിങ്ങളുടെ പരിപാടിക്ക് ഉദ്ഘാടകനായിട്ട് വന്നിരുന്ന ഡോക്ടർ പറഞ്ഞു നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ ആദ്യം വരികയാണ്. അപൂർവമായ ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് നേടാൻ കഴിയും. അദ്ദേഹത്തിന് ഉദ്ഘാടനം ചെയ്യാനുള്ള സമയത്ത് അദ്ദേഹത്തിന് വേദിയിലേക്ക് ക്ഷണിക്കാൻ കഴിഞ്ഞത് നിങ്ങൾക്കും ചാരിതാർത്ഥ്യമുണ്ട്. ഇദ്ദേഹത്തിന് അതോടൊപ്പം ആശംസ നൽകുവാനായിട്ട് കോർപ്പറേഷൻ്റെ കൗൺസിലറായിട്ടുള്ള അവർ ആദ്യമായിട്ട് ഇവിടെ വരികയാണ്. നമ്മളെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങളെ മനസ്സിലാക്കി കൂടുതൽ കാര്യങ്ങൾ അറിയാറുണ്ട്. അവർക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യം നൽകുന്നതാണ്. അവർക്ക് കരിമണിത്തടം സാമൂഹിക പ്രവർത്തനമായ കരിമണിത്തടം തന്നെയാണ്, സഹോദരനാണ്. എന്ത് കാര്യത്തിലും നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ആളാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് നന്ദി പറയേണ്ട ആരില്ലെങ്കിലും ഔപചാരികയുടെ പേരിൽ അദ്ദേഹത്തിന് നന്ദി പറയുന്നത്. പിന്നെ ഈ സെൻട്രൽ ചാർജായിട്ടുള്ള സിസ്റ്റർ നമ്മളെയൊക്കെ മുന്നോട്ട് നയിക്കുന്നത്, നമ്മളെയൊക്കെ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് തന്നെയാണ്. അത് ഇംഗ്ലീഷ് വിദ്യാലയത്തിൻ്റെ പേരിൽ നമ്മളെല്ലാവരുടെ പേരിൽ ഔപചാരികമായിട്ട് നന്ദി അറിയിക്കാം.
ഇനി നമുക്കെല്ലാവർക്കും രക്ഷകെട്ടാം അല്ലേ? രക്ഷ എന്താണെന്നൊക്കെ സിസ്റ്റർ പറഞ്ഞു തന്നല്ലോ. നമുക്ക് ഇത് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ രക്ഷ കെട്ടുന്ന സമയത്ത് ആദ്യം നമ്മുടെ ആത്മാവിനെ കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞത്. നമ്മളെല്ലാവരും ആത്മാക്കളാണെന്നുള്ള ഒരു ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ചന്ദനം തൊടുന്നത് എന്തിനാണ്? ശരിക്കും ആത്മതിലകമാണ് അത് അണിയുന്നത്, ആത്മതിലകം. അപ്പൊ ആദ്യം നമ്മള് തിലകം അണിയും. അതിനുശേഷം നമുക്ക് രാധാ സിസ്റ്റർ രക്ഷ കെട്ടിത്തരും. രക്ഷ ആരുടെ രക്ഷയാണ്? രാധാ സിസ്റ്റർക്ക് എന്തായാലും നിങ്ങളെയൊന്നും രക്ഷിക്കാൻ പറ്റില്ല കേട്ടോ. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. സിസ്റ്റർ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും ഒരു സഹയോഗം തരും. പക്ഷേ സിസ്റ്റർ രക്ഷ കെട്ടി തരുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇതെനിക്ക് ഈശ്വരന്റെ രക്ഷയാണ്, ഈ ഇൻസ്ട്രുമെന്റിലൂടെ എനിക്ക് ഈശ്വരനാണ് രക്ഷ കെട്ടിത്തരുന്നത്. അപ്പൊ അവിടെ രക്ഷ ആരുടെയാണ്? ഈശ്വരന്റെ രക്ഷയാണ്. അത് കഴിഞ്ഞാൽ രക്ഷ കെട്ടി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എന്തെങ്കിലുമൊക്കെ മധുരം വേണ്ടേ? ഈ മധുരം കഴിക്കണ്ടേ? നമുക്ക് മധുരം കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മധുരം കഴിക്കുക എന്നൊക്കെ പറയും. നമ്മുടെ വിദ്യാലയത്തിൽ മധുരം കഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇത്തിരി സ്നേഹവും ശാന്തിയും സുഖവും ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ മറ്റുള്ളവരോട് ഇത്തിരി കടുത്ത ഭാഷ സംസാരിക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ദേഷ്യപ്പെടുക, അപ്പൊ എന്താണെന്നറിയോ? എന്താ പാവയ്ക്ക ജ്യൂസ് കൊടുക്കുന്നതിന് തുല്യാണ്. മനസ്സിലായില്ലേ? ഷുഗറിന് നല്ലതാണ് പാവയ്ക്ക ജ്യൂസ് എന്നാണ് സിസ്റ്റർ പറയുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ മധുരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. കാരണം നമ്മുടെ വിദ്യാലയത്തില് ഓരോന്ന് കൊടുക്കുമ്പോഴും അതിനൊക്കെ ഒരു അർത്ഥമുണ്ട്. നമ്മളാരും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല സത്യം. അപ്പൊ നമ്മളുടെ മധുരം എന്ന് പറയുന്നത് അതാണ്. നമ്മളെല്ലാവരോടും ഈ സ്വീറ്റിന് എന്താണ് ഇത്ര മധുരം, അതേപോലെ ഞാൻ എൻ്റെ സ്വഭാവം എന്താക്കി മാറ്റും? സ്വീറ്റ് ആക്കി മാറ്റും. ആ ഒരു സങ്കല്പത്തോടെ നമ്മുടെ സ്വീറ്റും കൂടെ വാങ്ങി പിന്നെ ഒരു ഗിഫ്റ്റ് തരും അല്ലെ? അതായത് ഭഗവാന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്, പ്രസാദം ഉണ്ട്, അതെല്ലാം വാങ്ങിയിട്ട് ചെയ്യാം. പിന്നെ എന്തായാലും ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ഡോക്ടർ സാറല്ലേ? അപ്പൊ ഡോക്ടർ തന്നെ നമുക്ക് ഉദ്ഘാടനം ഇതാക്കി കിട്ടിയിട്ടൊക്കെ തുടങ്ങും. ഓക്കെ, പിന്നെ ഈ ഒരു ലക്ഷ്മി നാരായണന്റെ ചിത്രം കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഓർക്കുന്നത് എന്താന്ന് വെച്ചാല് ഗിഫ്റ്റൊക്കെയാണ്. അപ്പോ നമ്മള് സ്പിരിച്വൽ യൂണിവേഴ്സിറ്റി ആണെന്ന് പറഞ്ഞല്ലോ. സ്പിരിച്വൽ യൂണിവേഴ്സിറ്റിയുടെ പഠിപ്പ് കംപ്ലീറ്റ് ആകുമ്പോൾ ആവുന്നതാണ് ഈ ഡിഗ്രി എന്ന് പറയുന്നത്. ഈ ഡിഗ്രി ആവും നമുക്ക്
ഇതാണ് ശരിക്കും. അപ്പൊ ഈ ഡിഗ്രി പ്രാപ്തമാക്കിയവരുടെ രൂപമാണിത്. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് എപ്പോഴും ചിന്ത ഉണ്ടായിരിക്കണം, എനിക്കും ഇതുപോലെ ലക്ഷ്മിയാകണം, എനിക്കും ഇതുപോലെ നാരായണനാവണം എന്ന ലക്ഷ്യത്തിന്റെ ചിത്രം കൂടെയാണ്. അതല്ലേ എന്ത് തുടങ്ങാനെ രക്ഷകെട്ടാൻ വരില്ല പാട്ട് വെക്കി. പിന്നെ അമ്മമാര് അച്ഛന്മാരൊക്കെ ഇവിടെ വന്ന് അമ്മ എഴുതുന്നു, തിലകം തൊടണം, ഇവിടെ വന്ന് രാത്രി എഴുതണം, ഇവിടെ വന്നിട്ട് പ്രസാദം വാങ്ങിക്കണം, Blessing. എന്തായാലും എടുക്കണം. ഭയങ്കര മാറ്റം പങ്കെടുക്കാറില്ല. സാധാരണ പരിപാടികളുടെ എല്ലാ ഇതും
ശരി, ഓം ശാന്തി. മോക്കിന് നിർത്തി കൊടുത്തിട്ട് കേട്ടോ. കെട്ടില്ലേ ഇല്ല കേട്ടോ. നല്ല മധുരമുണ്ട്. This is
ആകാശമായി ഇപ്പം സംസാരമായി പോകുകയും ചെയ്യാൻ ഇവിടെ Hallelujah.